നിങ്ങൾ വണ്ടി കൊന്നോ? നന്നായിട്ട് റേപ്പ് ചെയ്തു. ഇതാണ് എന്റെ ഒരേ ഒരു ഭ്രാന്ത്. എനിക്ക് ആകെ കിക്ക് കിട്ടുന്ന ഒരു സാധനം. ഞാൻ തങ്ങൾപ്പാറ ഇങ്ങനെ നടന്നു കയറിയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം കുറച്ച് എളുപ്പമാണ്, പിന്നെ അതെ രണ്ടാമത്തെ കുറച്ച് ടഫാണ്, മൂന്നാമത്തത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഒരു വണ്ടി കയറുക എന്നുള്ളത്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ പോയ ഈ ആനപ്പാറയിൽ കുറച്ച് നല്ല മഴയാണ്, വെറ്റാണെങ്കിൽ ഈ വണ്ടി കയറുമായിരുന്നു. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സീനേ ഇല്ല. ഈ വണ്ടി കൂളായിട്ട് അവിടെ പിടിച്ച് കയറി പോകും. അതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഒരു ഓഫ് റോഡർ എന്നുള്ള സ്ഥിതിയിൽ എനിക്ക് കുറെ കാലം വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും വെച്ച് ഇങ്ങനെ ഒരു വണ്ടി ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഒരു ഹൈപ്പ് വരും. ആ കല്ലിന്റെ ഇടയിൽ കൂടെ ഷോട്ട് കണ്ടല്ലോ ഫസ്റ്റിൽ തന്നെ. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. ആ ഡയറക്ടറുടെ കഴിവ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ റേസ് ഫോർ എക്സലൻസ് ഇന്ത്യ ജയിച്ചത്. അതൊന്നും അറിയാത്ത ആള് വണ്ടിയുടെ മുകളിൽ കയറുന്നത് ഡാൻസ് ചെയ്തു. എന്റെ മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ടോ ജയിച്ചിട്ട് കരയുന്ന, അതായത് ആനന്ദക്കണ്ണീര് വരുന്ന ഒരു സന്തോഷം അവസ്ഥ എനിക്ക് അന്നാണ് ആദ്യമായിട്ട് വന്നത്. വെൽക്കം ടു ഫുള്ളി ചാർജ് പോഡ്കാസ്റ്റ് ബൈ ഗോയിസി. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഫഹദ് വി പി ആണ്. RFC ചാമ്പ്യനാണ്. അതിലപ്പുറം നമ്മൾ ടാറ്റ ഹാരിയർ.ടിവിയുടെ ആഡ് കണ്ടിട്ടുണ്ടാവും. തങ്ങൾപ്പാറ ആനപ്പാറയിലേക്ക് ഹാരിയർ ഓടിച്ചു കയറ്റുന്ന വ്യക്തിയും ഡോക്ടർ ഫഹദാണ് നമ്മുടെ ഒപ്പം ഇന്ന് പോഡ്കാസ്റ്റിലുള്ളത്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഞാൻ പേഴ്സണലി ടാറ്റയുടെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, EV ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ടാറ്റ.ടിവിയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ഈ ആഡ് ആദ്യമായിട്ട് കാണുന്നത്. ആഡായിട്ടല്ല വന്നത്, ആദ്യം ടീസറായിട്ടാണ് വന്നത്. നമ്മുടെ ഒരു മല ഓടിച്ച് കയറ്റുന്നു, അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ നേരത്തെ ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ടും ഭയങ്കര അത്ഭുതം തോന്നി. കാരണം കേരളത്തിൽ നിന്ന് ഒരാൾ ടാറ്റയുടെ ആഡിൽ വരിക, അതേപോലെ ഒരു മൗണ്ടെയിൻ ഓടിച്ച് കയറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ് തോന്നിയത്. എങ്ങനെ ഉണ്ടായിരുന്നു തങ്ങൾപ്പാറയിൽ വണ്ടി ഓടിച്ച് കയറ്റിയ എക്സ്പീരിയൻസ്? ഒന്ന് ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞാണ്, ചിലപ്പം വ്യൂവേഴ്സിന് ബോറടിക്കുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. അതായത് RFC ജയിച്ചു എന്നുള്ളൊരു കാര്യം, 2024 RFCയുടെ വിന്നർ എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം അത് വന്നത്. അത് തന്നെയാണ് കാരണം. ഇവരോട് ടാറ്റ ഒരു മീഡിയ ടീമിനെ ഏൽപ്പിച്ചു. മീഡിയ ടീം ഒരാളെ തപ്പി നടക്കുകയാണ്. അങ്ങനെ അവരൊരു സ്റ്റണ്ട് ഡ്രൈവറെ നോക്കി. അവസാനം RFCയുടെ ഒഫീഷ്യൽസിൽ ഒരാൾ, ബാംഗ്ലൂരിലുള്ള ഒരാൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ എന്നെ സെലക്ട് ചെയ്യാണ് ചെയ്തത്. അവരാദ്യം സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് മുകളിൽ കയറ്റാൻ ഉള്ള ഒരാളെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഥയൊക്കെ മാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവർ ഈ തങ്ങൾപ്പാറയുടെ പെർമിഷനൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഇവർ തന്നെ ഒരു പ്ലാൻ മാറ്റി. നമുക്ക് മറ്റേ റേഞ്ച് റോവറിൻ്റെ ഹെവൻസ് ഗേറ്റിൻ്റെ വീഡിയോ ചെയ്യണ പോലെ തന്നെ ഒരു സാധനം ആക്കാമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളാണോ ഐഡിയ കൊടുത്ത് ഇതിന്റെ മേളിൽ കയറ്റാന്നുള്ളത്? ഒരിക്കലും അല്ല, അവരായിട്ട് ഇട്ടതാ. അപ്പൊ ഞാൻ തന്നെ ആദ്യം വെറും സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് പോണതാണല്ലോ. നമുക്ക് എവിടെ നമ്മുടെ ഫേസ് വരുന്ന കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ഓഫ് റോഡർ എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും ഒരു അംഗീകാരം കിട്ടി എന്നുള്ള ഒരു ചാൻസ്. പുതിയ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. ഏത് വണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഹാരിയർ EV ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ടാറ്റയുടെ പുതിയ വണ്ടി ലോഞ്ച് ഉണ്ട്, അതിന്റെ വീഡിയോയിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഫ് റോഡ് സ്റ്റണ്ട് ആണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഇങ്ങനെ ടാറ്റയുടെ EV ആണ്, പുതിയ EV ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്, അതിന്റെ ലോഞ്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കി. അപ്പം അങ്ങനെയാണ് ആ കോള് വരുന്നതും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ടീമിനെയും കൂട്ടി, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ടീമിനെ ഫുള്ള് വിളിച്ചോളാൻ പറഞ്ഞു. കാരണം എനിക്ക് അസിസ്റ്റൻസ്, ഓഫ് റോഡ് അസിസ്റ്റൻസ് ഉള്ള ആൾക്കാർ വേണം, അസിസ്റ്റൻസിനുള്ള ആൾക്കാർ വേണം. അവർക്ക് ഓഫ് റോഡിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അതിൽ ഈ എന്നെ വിളിച്ചതിൽ ഒരു മെയിൻ ആള്, അവൻ 2016-17 RFC ഓടിച്ച ഒരാളായിരുന്നു, ശരൺ ബിന്ദ്ര. പുള്ളിക്ക് RFC എന്താണെന്ന് അറിയായിരുന്നു. അങ്ങനെയാണ് പുള്ളി RFCയുടെ ഒഫീഷ്യൽസിനോട് ചോദിക്കുന്നതും. ഞാൻ വിന്നറാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല. അത് മീഡിയ പബ്ലിസിറ്റി ഒരു തരത്തിലും നമുക്ക് കിട്ടിയിട്ടില്ല. പുള്ളി മീഡിയയോട് റിലേറ്റ് ചെയ്ത് പിന്നെ RFC അത് കഴിഞ്ഞ് 2017 കഴിഞ്ഞ് പുള്ളി മീഡിയ റിലേറ്റഡ് കാര്യങ്ങളായിട്ട് പോയി. അപ്പം അങ്ങനെ പുള്ളി വിന്നറാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അപ്പോൾ തന്നെ എൻ്റെ പേജ് എടുത്ത് നോക്കാൻ തുടങ്ങി. പിന്നെ അവർ ഈ പവർ ഡ്രിഫ്റ്റ് ആണ് ഇതിന്റെ പിന്നിലെ മീഡിയ പവർ ഡ്രിഫ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. അതിന്റെ ക്വാളിറ്റി കാണാനും ഉണ്ട് അതിനകത്ത്. കാരണം അവരുടെ വീഡിയോസ് എല്ലാം നമ്മൾ കാണാനാണ്. ഞാൻ അതിന്റെ വലിയൊരു ഫാനായിരുന്നു ഒരു സമയത്ത്. പിന്നെ അവർ വേറെ ടീമൊക്കെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് നോക്കാൻ. എങ്കിൽ കൂടി വണ്ടികളുടെ റിവ്യൂ ഞാൻ ഇപ്പം കാണുന്ന മെയിൻ ആൾക്കാർ ഓഡി കാണും, പിന്നെ ഇങ്ങേര് എന്താണ് പറയാ ശിരീഷ് കാണും, ഇവോ മാഗസിന്റെ, പിന്നെ പവർ ഡ്രിഫ്റ്റിന്റെ നോക്കുകയാണെങ്കിൽ അതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളൂ. പിന്നെ അതിൽ ജൽ അങ്ങേന്റെ പേഴ്സണൽ ചാനല്, പുള്ളിയുടെ ഡയലോഗ്സ് രസമല്ലേ, പുള്ളിയുടെ മനസ്സിലാക്കാനൊക്കെ നല്ല രസം. ആളുടെ കാണും. അങ്ങനെ പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പവർ ഡ്രിഫ്റ്റിന്റെ സാധനം പവർ ഡ്രിഫ്റ്റ് ആണെന്ന് ഏറ്റവും ലാസ്റ്റ് അവരൊരു കണ്ടന്റ് അയച്ചു തന്നു. ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അയച്ചു തന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ പവർ ഡ്രിഫ്റ്റ് മീഡിയ എന്ന് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ കണ്ടില്ല. ഞാനത് ശ്രീരാഗൻ എൻ്റെ ഫോട്ടോഗ്രാഫർ പയ്യുണ്ട്, അവൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു, ഇത് പവർ ഡ്രിഫ്റ്റ് ആണ്, ഇത് എന്താണിത്, നിങ്ങളതൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാനിത് ശരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പവർ ഡ്രിഫ്റ്റ് ആണെന്ന് ഞാൻ എല്ലാവരോടും എൻ്റെ ടീമിനോട് മുഴുവൻ പറഞ്ഞു. നമുക്കിത് ഭയങ്കര ചാൻസ് ആയിരിക്കും. പക്ഷെ വണ്ടി ഏതാണെന്ന് അറിയില്ല അല്ലേ? പറഞ്ഞു വണ്ടി എന്താണ് എറ്റേണോ എന്നാണ് അതിന്റെ ആദ്യത്തെ പേര്. അത് കണ്ടിട്ടുണ്ടായിരുന്നു. എറ്റേണോ എന്നാണ് ആ വണ്ടിയുടെ ആദ്യത്തെ പേരുണ്ടായിരുന്നത്. പിന്നെയാണ് അവര് എറ്റേണോ എന്നുള്ള ബേസിലാണ് അവർ ആ വണ്ടി പേര് ഉണ്ടാക്കി തുടങ്ങിയത്.
അവിടെ വന്ന വണ്ടിയുടെ ബോണറ്റ് തുറന്നു നോക്കി അതിന്റെ മോട്ടറിന്റെ മുകളിൽ എറ്റേടോ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ടേണാണോ എറ്റേണോന്നോ അങ്ങനെ സാധനം. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഹാരിയർ EV ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വന്നപ്പം ഒരു സൺഡേ ഒരാഴ്ച പോസ്റ്റ്പോൺ ആയി പരിപാടി ഫുള്ള്, മഴ കാരണം എന്തൊക്കെയോ ആളുകൾ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച 3 ദിവസം തുടങ്ങിയ ഷൂട്ടിങ്ങാണ്. അത് പബ്ലിക്കിന്റെ ഇടയിൽ പബ്ലിക് ഇങ്ങനെ കയറുന്നതുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ 7 ദിവസം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇടയ്ക്ക് കുറെ 7 ദിവസം കൊണ്ടാണ് വണ്ടി ഓടിച്ച് കയറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഷൂട്ടിംഗ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ശരിക്കും അത് ചോദിക്കില്ല. അതായത് ഷൂട്ടിംഗ് ഓരോ ആംഗിളിലും ക്യാമറ വെച്ചിട്ട് ആ പാച്ചൊക്കെ നമ്മളെ കൊണ്ട് റിപ്പീറ്റഡ് ഓടിപ്പിക്കുകയാണ്. വണ്ടി ഓടി കയറിയതൊക്കെ ഫസ്റ്റ് ഷോട്ടിൽ വണ്ടി ഓടി കയറിയിട്ടുണ്ട് മുകളിൽ. അവർ ട്രയൽ തന്ന ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് 2 ലെഗ് നോക്കി, 3ാമത്തെ ലെഗ് നോക്കുന്നത് സെക്കൻഡ് ഡേ ആണ്. ഒറ്റ ഷോട്ടിൽ വണ്ടി മുകളിൽ കയറി. പിന്നെ അവർക്ക് വേണ്ടത് ഓരോ വീഡിയോ ആയിരുന്നു, ഓരോ ഏരിയയിലും ക്യാമറ ഡ്രോണിന് വേറെ, പിന്നെ റിഗ് ക്യാമറയിൽ വണ്ടിയിൽ വെച്ചപ്പോ പിന്നെ ഒറ്റ ഷോട്ട് താഴെ മുതൽ മേലെ വരെ ഒരു ജിമ്മിയുടെ. അതെന്റെ ജിമ്മിയിൽ എന്താ ചെയ്തെന്ന് വെച്ചാല്, എനിക്ക് അവര് മീഡിയ ടീം ഏറ്റവും അവസാനം പാറയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം മീഡിയ ടീം ഏറ്റവും അവസാനം നമ്മൾ ഇലവിടാപ്പുഞ്ചിറയുടെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഇലവിടാപ്പുഞ്ചിറ കഴിഞ്ഞ ഉടനെ തന്നെ നല്ല റബ്ബറൈസ്ഡ് റോഡ്, നല്ല പുതിയ വന്നേക്കുന്ന റോഡ്, ആ റോഡിലേക്ക് പോവാ, റോളിംഗ് ഷോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ റോളിംഗ് ഷോട്ട് എടുക്കാൻ ഞാനും പോയി. അപ്പൊ ഞാൻ സൂട്ടൊക്കെ ഇട്ടിട്ടാണ് വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന കുറച്ചെങ്കിലും ഷോട്ട് എൻ്റെ ഉണ്ടാവുന്ന വെച്ചാൽ. അതിന് മുമ്പ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഷോട്ടുകളൊക്കെ അവര് മീഡിയ ടീമിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മെയിൻ ടീം ഇവിടെ പാറയുടെ മുകളിലും ബാക്കി കുറച്ച് ടീം റോഡ് ഷോട്ട് കൊടുത്തു, റോളിംഗ് ഷോട്ട്സ് കൊടുത്തു. ആ റോളിംഗ് ഷോട്ട്സ് ഒന്നും വന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഡേ അവർ പിന്നെ റോഡിലേക്കും മാറി, എസ്റ്റേറ്റ് റോഡിലേക്കും മാറി. അപ്പൊ എസ്റ്റേറ്റ് റോഡിലത്തെ ഒക്കെ നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു, നല്ല പൊളിച്ചടുക്കി. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ സ്ട്രെച്ച് ഇട്ട് തന്നു എസ്റ്റേറ്റ് റോഡിന്റെ ഉള്ളിൽ കൂടെ. നല്ല സ്ട്രെയിറ്റ് സ്ട്രെച്ച് കഴിഞ്ഞൊരു ഡിപ്പ്, ആ ഡിപ്പ് കഴിഞ്ഞൊരു ജമ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പാണ് ജമ്പ്. ഡിപ്പ് ഫുൾ എയർബോൺ ആയിട്ട് പോയി. എന്നിട്ട് പിന്നെ കുറച്ച് കല്ലുള്ള ഭാഗം, അത് കഴിഞ്ഞൊരു ടേൺ. ആ ടേണിന്റെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകാനാ പറയുന്നത്. അവിടെ ഇത്രയും സ്പീഡിൽ വന്നിട്ട് അവിടെ നിർത്താതെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ഇതാണ്. അതൊക്കെ നല്ല ഫണ്ണായിരുന്നു. അപ്പൊ അത് ഞാൻ ഏറ്റവും ആദ്യം ജിമ്നി വെച്ച് ഓടിച്ചു നോക്കി. ജിമ്നി നിങ്ങളുടെ പേഴ്സണൽ ജിമ്നി? എന്റെ പേഴ്സണൽ കാർ. ഞാനും ഫാമിലിയെ കയ്യിലാണ് പോയത്. മക്കളെയൊക്കെ ഹോട്ടലിലാക്കി. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ അടുത്ത് റാംഗ്ലർ ഉണ്ട്. അപ്പൊ അവന്റെ റാംഗ്ലറിൽ പിള്ളേരെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുവന്നു. അപ്പൊ ആ ഫോട്ടോ വന്നത് നിങ്ങളുടെ ജിമ്നിയുടെ ഫോട്ടോ തന്നെയാണ്? എന്റെ ജിമ്നിയുടെ ഫോട്ടോ. എന്റെ ജിമ്നിയിൽ റിഗ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞു ഈ ഷോട്ടൊക്കെ ഞാൻ എന്റെ ജിമ്നി വെച്ച് ആദ്യം ഓടിച്ചു നോക്കും, എത്ര സ്പീഡ് വരെ ക്യാരി ചെയ്യണം. പിന്നെ ഇത് വെച്ച് നോക്കും, ജിമ്നി എവിടെയെങ്കിലും കുത്തുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ ഈ വണ്ടി ഇലക്ട്രിക് ആണ്, നമ്മൾ ആദ്യമായിട്ട് ഓടിക്കാൻ കൈ വിട്ട് പോകുന്ന എനിക്കറിയാം. പിന്നെ ഇൻസ്റ്റന്റ് ടോർക്ക് വെച്ചിട്ട് വണ്ടി നിന്നെടുത്ത് നിന്ന് അങ്ങോട്ട് ക്യാരി ചെയ്യാണ് സ്പീഡ്. അതിലാ മഡൻ റോട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ റാലി സ്കൂളിൽ പോയി പഠിച്ചത്, ഫാബിദിന്റെ സ്കൂളിൽ പോയി പഠിച്ചപ്പോൾ എനിക്ക് ഫാബിദ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വീൽ ഡ്രൈവുകൾക്ക് ഒരു ഗുണമുണ്ട്. വണ്ടി കൈവിട്ട് പോയാലും നമ്മൾ പ്രോപ്പർ ലൈനിലാണ് ഓടിക്കണമെങ്കിൽ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. സ്റ്റിയറിംഗ് പ്രോപ്പർ ലൈനിലാണെങ്കിൽ ത്രോട്ടിൽ കൊടുത്താൽ തിരിച്ച് നമ്മുടെ ലൈനിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈനിൽ വരും. ഈ വണ്ടി അങ്ങനെയായിരുന്നു. ഈ വണ്ടി നല്ല രസമായിരുന്നു. ടേണിൽ കയ്യിൽ നിന്ന് പോയി ക്യാമറക്കാരുടെ അടുത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു, ത്രോട്ടിൽ കൊടുത്ത് വണ്ടി ആ ലൈനിൽ തിരിച്ചും പോകുന്നു. അത് നല്ല ഷോട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അവർക്ക്. അതിലൊരാൾ ക്യാമറമാൻ ഇങ്ങനെ ആഡിൽ വന്നിട്ടില്ല. അതായത് ക്യാമറയും വണ്ടിയും തമ്മിൽ ആ 1 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ അങ്ങനെ പോയി കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാമറമാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, അബ്ബാറെ ഷോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അവസാനം വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് റോഡിലേക്ക് പോയി. അപ്പോൾ റോഡിലേക്ക് പോയപ്പം ഇവര് ഒരു ജീപ്പുകാരനോട് ചോദിച്ചു, ഞങ്ങൾക്ക് റിഗ് വെച്ചൊരു ഷൂട്ട് ഇടാം. അപ്പോൾ ജീപ്പുകാരൻ എന്തോ ഒരു കാരണം പറഞ്ഞു, എനിക്ക് വേറെ ആൾ എടുക്കാണ്ടെന്നോ എന്തോ ഒരു കാരണം വെച്ച് അയാൾ ഒഴിവായി. അപ്പോൾ ഇവരിങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം, എന്റെ വണ്ടിയിൽ കയറ്റി പിടിപ്പിക്കുമെന്ന് ചോദിച്ചു. അതിനെന്താ? അപ്പോൾ റിഗിന്റെ ആൾക്കാർ ഒരു ആലപ്പുഴ ടീമാണ്. വണ്ടിയിൽ പരിക്ക് പറ്റാതെ റിഗ് വെക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പരിക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒരു ഫുൾ മെറ്റലിന്റെ കുറെ പൈപ്പ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കെട്ടി സ്ട്രാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് അടിയിൽ ആ ഹുക്കിൽ മാത്രമാണ് അവർ മെയിൻ ഷാസിയോട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിൽ വെച്ചൊരു ക്രോസ് ബമ്പറിന് ഒന്ന് തള്ളി ഉള്ളിലേക്ക് പോയി. വേറെ ഒരു തരത്തിലൊരു സ്ക്രാച്ച് പോലും എൻ്റെ വണ്ടിയിലെ റിഗ് വെച്ച് പറ്റിയില്ല. അപ്പം ഞാൻ തന്നെ അതിശയിച്ചത് കൊള്ളാല പരിപാടി. പക്ഷെ വണ്ടിയുടെ ഫ്രണ്ടിനേക്കാളും ഒരു 2 മീറ്റർ 1.5 മീറ്ററോളം പുറത്തേക്ക് റിഗ് നിൽക്കണം. അതിന്റെ മുകളിൽ ക്യാമറയുടെ ബേസ് തന്നെ ഭയങ്കര ഹെവി സാധനം. പിന്നെ ഒരാളും ഇരിക്കുക. വണ്ടി ഇങ്ങനെ നിന്ന വണ്ടി ഇങ്ങനെ ആയി തൂങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓടിക്കണം, നിങ്ങൾ ഓടിച്ചു. റോളിംഗ് ഷോട്ട് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും അല്ലേ, ഞാൻ ജിമ്നി ഓടിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ജിമ്നി നന്നായിട്ട് അറിയുന്നത്. ഞാൻ ജിമ്നി വെച്ചിട്ട് പിന്നാലെ പിടിക്കാൻ തുടങ്ങി. എന്നോട് ആദ്യം പയ്യെ പോയാൽ മതി പറഞ്ഞു. പിന്നെ അടുത്ത ഷോട്ട് പറയുന്നത് 70 to 80 kmph. അപ്പോൾ 70 to 80 kmph ഞാൻ എങ്ങനെ നോക്കിയിട്ട് ജിമ്നി വെയിറ്റ് കൊണ്ട് അതിന്റെ മുകളിലേക്ക് പിടിക്കുന്നില്ല. ജിമ്നി ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ. അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ജിമ്നി കയറും. ഈ വെയിറ്റ് ഒക്കെ കൂടി അങ്ങ് വെച്ചപ്പോൾ ജിമ്നി കയറുന്നില്ല. പിന്നെ ക്യാമറാമാൻ അവസാനം ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ക്യാമറാമാൻ മറ്റേ ടോക്ക് ബാക്കിൽ പറയും, കമോൺ ക്യാരി ദ സ്പീഡ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാനങ്ങ് വെക്കും. ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് വലിച്ചു കൊടുത്തിട്ട് നെക്കി അങ്ങ് പിടിക്കും. എങ്ങനെ വെച്ചാലും ആ വണ്ടിയുടെ കൊടുത്ത് പിടിക്കില്ല. അവസാനം വണ്ടി ഇലക്ട്രിക് വണ്ടി ഇങ്ങനെ കയറി പോകും. അവസാനം ക്യാമറാമാൻ എൻ്റെ മുഖത്ത് നോക്കി എന്താണോ എന്നുള്ള പോലെ ആയി. ശരിക്കും അങ്ങ് ചടപ്പിച്ച് പുള്ളി. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇത് നടക്കില്ല, ജിമ്നി വെച്ച് ഷൂട്ട് ചെയ്യണ്ട, വിട്ടു.
എന്നിട്ട് അവരെന്ത് ചെയ്തത് TVSന്റെ എൻടോർക്കില്ലേ, എൻടോർക്കിന്റെ മുകളിൽ ഒരു ഗിംബലും വെച്ചാ പുള്ളി ബാക്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ പോയത്. നാണം കെട്ടുപോയി ജിമ്മി. അപ്പോൾ പലരും പറയുന്നത് പോലെ ഈ മല ജിമ്നിയിൽ കയറ്റി ജിമ്നിയിൽ കയറ്റി ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. റോഡ് ഷോട്ട്, റോളിംഗ് ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്റെ ജിമ്നി എന്റെ റിക്വസ്റ്റ് പ്രകാരം അവര് ഇതൊക്കെ വെച്ച് തന്നു. പക്ഷെ എന്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അത് ടാറ്റ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ടാറ്റയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല, ടാറ്റയുടെ വണ്ടി ഷൂട്ട് ചെയ്യുന്നതും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങളുടെ ഒഫീഷ്യൽസ് തന്നെ എടുത്തു തന്ന ഫോട്ടോ ഞാൻ ഇട്ടതാണ്. അതിൽ ടാറ്റ EV എന്നുള്ള സാധനം എവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേർ 2-3 സ്റ്റോറി ഇട്ടതൊക്കെ ആരൊക്കെ സേവ് ചെയ്തിട്ട് കാച്ചുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി കൊണ്ട് പോയി, ഞങ്ങളുടെ കോമ്പറ്റീഷൻ വണ്ടികളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും റിക്കവറി ഇഷ്യൂസ് വന്നാൽ, കാരണം വണ്ടി എവിടെയെങ്കിലും തട്ടി നിൽക്കുക അല്ലെങ്കിൽ വല്ല കുഴിയിലും പോവുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. ഞങ്ങളുടെ കോമ്പറ്റീഷൻ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ട് അടിച്ചിങ്ങനെ ഇടുക. ശരിക്കും വണ്ടി ഇപ്പോൾ യാസീൻ ഓടിച്ചല്ലേ, അവിടെ വന്ന് ഓടിച്ച മീഡിയക്കാർ ഫുള്ള് ആ വണ്ടിയുടെ കേപ്പബിലിറ്റി കണ്ടിട്ട് കയറുന്നതൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് അങ്ങനെ ബേസിക് സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. സൈഡിലിരുന്ന പുള്ളി ട്രെയിനർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പിന്നെ വണ്ടി തന്നെയാണ് നോക്കിയത്, സ്റ്റിയറിംഗ് മാത്രം ജസ്റ്റ് കൺട്രോൾ ചെയ്തായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. ആ ഇൻക്ലൈൻ ഇല്ലേ, ആ ബ്രിഡ്ജ് ഞാൻ കയറിയ തങ്ങൾപ്പാറ കയറ്റത്തിന്റെ അതേ ഇൻക്ലൈനാണ്, 34 ഡിഗ്രി. അത് നോർമൽ വണ്ടികൾ കയറുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അല്ലേ. ഒരു ബൊലേറോ റിവേഴ്സ് ഓടിച്ച് കയറ്റുന്ന സാധനമൊക്കെ. അപ്പം സാധാരണ ബൊലേറോ പിക്കപ്പ് ഒക്കെ റിയറിൽ ലോഡ് വെച്ചിട്ട് ലോഡ് വെച്ച് ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ലോഡ് വെച്ച് കയറ്റണത്. ഒരു 4x4 വണ്ടിയെ സംബന്ധിച്ചോളം അതൊരു കയറ്റല്ല. ഒരു ഇലക്ട്രിക് വണ്ടി, യാസീൻ അത് കണ്ടിരുന്നു, 6 km/h സ്പീഡിൽ ആ കയറ്റത്തിന്റെ നടുക്ക് ഏതാണ്ട് പോയി ഇങ്ങനെ നിൽക്കും. പിന്നെ അവിടുന്ന് വണ്ടി താനെ പിടിച്ച് കയറും. അത് നമുക്കൊരു നോർമൽ വണ്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. ഏത് ഗിയറിൽ, ക്ലച്ച് എത്രത്തോളം കത്തിക്കണം, എത്ര ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സീനേ ഇല്ല. ഈ വണ്ടി കൂളായിട്ട് അവിടെ പിടിച്ച് കയറി പോവാം. അതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ അത് ഒരു ഓഫ് റോഡർ എന്നുള്ള സ്ഥിതിയിൽ എനിക്ക് കുറേ കാലം വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും വെച്ച് ഇങ്ങനെ ഒരു വണ്ടി ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഒരു ഹൈപ്പ് വരും. അത് ഞാൻ തങ്ങൾപ്പാറ ഇങ്ങനെ നടന്നു കയറിയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം കുറച്ച് എളുപ്പമാണ്. പിന്നെ രണ്ടാമത്തെ കുറച്ച് ടഫാണ്. മൂന്നാമത്തത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഒരു വണ്ടി കയറുക എന്നുള്ളത്. അത് ഇത്തിരി പാടാണ്. മൂന്നാമത്തെ ശരിക്കും പാട് തന്നെയാണ്. ഒരാള് ഒരു ടാറ്റയുടെ തന്നെ നമ്മുടെ ടിയാഗോ EV കൊണ്ട് പെരുമ്പാവൂർ വീഡിയോ ഇട്ട് കേട്ടുന്നൊക്കെ പറയട്ടെ. പെർമിഷൻ പോലും കിട്ടിയില്ല. പെർമിഷൻ പാടാണ്. പെർമിഷൻ കൊടുക്കാതിരിക്കാൻ കാരണം തന്നെ റിസ്കിയാണ്. ഒന്നാമത് നമ്മൾ ഓഫ് റോഡേഴ്സ് തന്നെ പുതുതായിട്ട് ഈ ഒരു 4x4 വണ്ടിയൊക്കെ എടുത്തു പോകുമ്പോൾ എല്ലാവരും വെറുതെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ട്രെയിനിങ് അക്കാഡമി നടത്തുന്നുണ്ട്. അതിൽ എനിക്ക് ബോംബെയിൽ നിന്ന് ഒരാൾ വന്നൊരു സ്റ്റുഡന്റ്. അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഒരു ഗിത്താറിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ഹരം വണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വാങ്ങിക്കണം. അങ്ങനെ അയാൾ ജിമ്നി വാങ്ങിച്ചു, ഒരു ജിമ്നി ഓട്ടോമാറ്റിക്. ആ ജിമ്നി ഓട്ടോമാറ്റിക്കുമായിട്ടാണ് അയാൾ അവിടെ നിന്ന് ഓടിച്ചും കൂടി വന്നത്. അയാളുടെ ജീവിതത്തിൽ ഏതോ കാലത്ത് 10-15 വർഷം മുമ്പാണ് അത്ര ഡ്രൈവിംഗ് പഠിച്ച സമയത്ത്, 40-50 ഒക്കെ റേഞ്ചിലുള്ള ഒരാൾ 10-15 വർഷം മുമ്പാണ് മാനുവൽ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ മാനുവൽ വണ്ടി ഓടിച്ചിട്ടില്ല. ഇയാൾ ഈ ജിമ്നിയായിട്ട് വന്ന് ജിമ്നിയായിട്ട് എവിടേക്കോ കയറി പോയിട്ടുണ്ട്, ഏതൊക്കെയോ മലകളിലൊക്കെ പോയി. അയാളെ പേജ് നോക്കിയപ്പോൾ അയാൾ കുറേ മലയുടെ മുകളിലൊക്കെ പോയി നല്ല നല്ല ഷോർട്സ് ഒക്കെ ഇട്ടുണ്ട്. ഇയാള് ഇത് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ജീപ്പ് ഓടിക്കാൻ കൊടുത്തിട്ട് അന്യായ തോൽവിയായിരുന്നു. തോൽവി എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഇടങ്ങറായി പോയി. ഞാൻ സൈഡിലിരിക്കുക, ഇയാളെ കൊണ്ട് ഓടിപ്പിക്കുക, ഇയാൾക്ക് ക്ലച്ച് കൺട്രോൾ കിട്ടണില്ല. അപ്പൊ നമ്മൾ ട്രെയിനിങ് ചെയ്യണതിൽ ചില ഭാഗങ്ങൾ കുറച്ച് കുത്തനെ കയറ്റമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇയാൾ ഓൾറെഡി ജിമ്മി ഓടിക്കുന്ന ആളാണെന്നുള്ള ധൈര്യത്തിൽ, സാധാരണ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ അയാളവിടെ കൊണ്ടുപോയില്ല. ഒരു ജിമ്മി ഓണറാന്നുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. ഇയാൾക്ക് അവിടെ ഒന്നും ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വണ്ടി കയ്യിൽ നിന്ന് പോവാം. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ ഈ വണ്ടി ഇരിക്കുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ വണ്ടി തന്നെ നോക്കിക്കോളും. ഒരുപാട് കാര്യങ്ങൾ വണ്ടി നോക്കും. ഇപ്പൊ ഈ ഓട്ടോമാറ്റിക് ഡ്രൈവിലൊക്കെ ഇട്ട 6 kmph ഗെയിൻ ചെയ്യുന്ന വണ്ടി മനസ്സിലാക്കി വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ റണ്ണൊക്കെ ഒത്തിരി ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ വണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെയറിന്റെ ബ്രിഡ്ജിന്റെ താഴെക്കൂടുള്ള സ്റ്റെയർ കയറി ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി. അതാ ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പേടിയാവും, വണ്ടി അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്യും, നിലത്തെത്തുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്യും. ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് വേറെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ ഇലക്ട്രിക് കാർസ് അങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്നത് ഇതിനു മുമ്പ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇന്ത്യയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഇലക്ട്രിക് SUV ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം നമ്മൾ ചൈനയിലൊക്കെ നോക്കുന്ന സമയത്ത് പല ബ്രാൻഡ്സിൻ്റെ ഈ SUVസും ഓഫ് റോഡ് പോകുന്ന സമയത്ത് ടയറൊക്കെ ഇങ്ങനെ കറങ്ങി ട്രാക്ഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ കാണുന്നത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ പോയ ഈ ആനപ്പാറയിൽ കുറച്ച് നല്ല മഴയാണ്, വെറ്റാണെങ്കിൽ ഈ വണ്ടി കയറുമായിരുന്നു. വെറ്റാണെങ്കിൽ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറ്റ് കണ്ടീഷനിൽ ഓടിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുമല്ലോ. നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ സ്പിൻ ചെയ്യിക്കുമായിരിക്കും, സർഫസിനെ ചിലപ്പോൾ ഹോട്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടയർ ഹീറ്റാക്കി ഗ്രിപ്പ് കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യും.
ഈ വണ്ടി കയറുമെന്ന് വെച്ചാൽ ഈ വണ്ടി സ്ലഷിൽ ബിഹേവ് ചെയ്യണ കണ്ടോ? കണ്ട അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. യാസിൻ വന്നതിൻ്റെ തലേന്ന് അതിലും കഷ്ടമായിരുന്നു. അതായത് ഞാൻ കുറച്ച് പേരെ കൂടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവരിത് എങ്ങനെ ഇത് ഓടിച്ച് കയറ്റാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇത്രയും കാലം സ്കിൽഡ് ആയിട്ട് ഓടിച്ച കുറേ സാധനങ്ങളാണ്. അതാ ST ടയറും വെച്ചിട്ട് ഇലക്ട്രോണിക്സ് വെച്ച് മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി കയറി പോകുന്നുണ്ട്. ഡ്രൈവർ ഒരു ഇൻപുട്ടും കൊടുക്കാതെ ക്ലീൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. എന്നാൽ ചില ഡ്രൈവേഴ്സ് തന്നെ ചതിച്ചിട്ടുണ്ട്. കാരണം അവരെ ഇവിടുന്ന് സ്റ്റിയറിംഗ് വെച്ചങ്ങ് ലോക്ക് ചെയ്യും. നമ്മൾ ചെറിയ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് അത് ചെറുതായിട്ട് ട്രാക്ഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടയർ ഒന്ന് തിരിച്ചു കൊടുക്കണം. ഫ്രണ്ട് സ്റ്റിയറിംഗ് മാത്രം വെച്ചിട്ട് ബാക്കി ഫുള്ള് വണ്ടിയാണ് ചെയ്യുന്നത്. ചില ഡ്രൈവേഴ്സ് സ്റ്റിയറിംഗ് ഫുൾ അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്യും. ശരിക്കും അങ്ങനെ ലോക്ക് ചെയ്ത് നമ്മുടെ മൊമെന്റത്തിന് നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക്സിന് അവിടെ ഫംഗ്ഷൻ ഇല്ല. അങ്ങനെ ചില ഡ്രൈവേഴ്സ് ചെയ്തു. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് മഴയത്താണെങ്കിലും ഞാനത് ഓടിച്ചു കയറ്റും. നിങ്ങൾ പോയ സമയത്ത് വെറ്റായിരുന്നു? അതിന്റെ തലേന്ന് മഴ പെയ്തായിരുന്നു. അതിന്റെ ഒരു പാച്ച് മാത്രം വെറ്റായിരുന്നു. ബാക്കി ഞങ്ങൾ കയറിയ മെയിൻ ഭാഗങ്ങൾ ഫുള്ള് ഡ്രൈ ആയിരുന്നു. ഈസി ആയിട്ട് ക്ലൈം ചെയ്യും. ആ വെറ്റായ ഒരു ഭാഗത്ത് കൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ചു കയറ്റി. വണ്ടി അവിടെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇപ്പം നമ്മുടെ ഈ ഹാരിയറിന്റെ വില നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 30 lakh rupees 35 lakh rupees ഓൺ റോഡ് വരുന്നൊരു വണ്ടിയായിരിക്കും. 30ക്കും 35 lakhsനായിരിക്കും എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു ബേസ് മോഡലിന്റെ പ്രൈസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും ഒരു ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ 35 lakhs അതിലായിരിക്കുമല്ലോ ഈ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളത്. അതേസമയം നമുക്കിപ്പോൾ വേറൊരു ഓഫ് റോഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ ഫോർച്യൂണറാണ് ഇപ്പോൾ റൈറ്റ് നോ ഉള്ളത്. പിന്നെ എൻഡവർ ഉണ്ട്, ഗ്ലോസ്റ്റർ ഉണ്ട്. എൻഡവർ ഇപ്പം ഇല്ല, ഗ്ലോസ്റ്റർ അത്ര സെയിൽസും ഇല്ല. ഫോർച്യൂണർ മാത്രമാണ് ഒരു കോമ്പറ്റീഷൻ പോലെ നിൽക്കുന്നത്. ഈ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്? ഫോർച്യൂണർ ഐസ് വണ്ടിയാണ്. ഫോർച്യൂണറായിട്ട് ഇലക്ട്രിക് വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലൈക്ക് ബേസിക് ആയിട്ട് കമ്പയർ ചെയ്യുള്ളൂ. പവർ വെച്ച് ഈ 204 bhp അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലെ കംഫർട്ട് ഇതിനായിരിക്കും, പെർഫോമൻസ് ഇതിനായിരിക്കും. ഇലക്ട്രിക്കിന് ഉറപ്പായിട്ടും ഇലക്ട്രിക്കായിട്ട് ഐസിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല ഒന്ന്. പക്ഷേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഒരു ഭയങ്കര അപ്പർ എഡ്ജുള്ള വണ്ടിയാണ്. എക്സെപ്റ്റ് വൺ തിങ്, ഗ്രൗണ്ട് ക്ലിയറൻസ്. 205 mm ക്ലിയറൻസ് ഉള്ള ഫോർച്യൂണർ നമ്മളൊരു സസ്പെൻഷൻ ലിഫ്റ്റ് ഇട്ട് 2 ഇഞ്ച് 40 mm കൂടി കൂട്ടി 245 ആയി. ഇത് അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഒരുപാട് താഴെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൽ. ഇത് 180 mm ആണ് വരുന്നത്. 180 mm കണ്ടുള്ളൂ ബാറ്ററി വെച്ച് വരുമ്പോൾ. ബാറ്ററി മുതൽ താഴേക്ക് ഒരു 25 mm ഫോർച്യൂണറിനെക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ആൻഡ് ഓൾസോ ഫോർച്യൂണർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. ഇത് എത്രമാത്രം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇൻഡിപെൻഡന്റ് സസ്പെൻഷനുള്ള മൊണ്ടേറോക്ക് ഞാൻ 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി പക്ഷെ അത് ഈ ബാറ്ററിയും കൂടെ വരുന്നോണ്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ലിഫ്റ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ടയർ താഴ്ന്നിട്ട് ബോഡി പൊങ്ങല്ലേ, ബാറ്ററി ബോഡിയിലല്ലേ, ഷാസിയിലല്ലേ, അത്രയും പൊങ്ങി കിട്ടൂലേ. ഒരു ലിഫ്റ്റ് കിറ്റ് വന്നാൽ ഈ വണ്ടി അടിപൊളിയാവും. പ്രോപ്പർ ലിഫ്റ്റ് കിറ്റ് ഏതെങ്കിലും ഒരു കമ്പനി കൊണ്ടുവരികയാണെങ്കിൽ ഈ വണ്ടിയും കൊണ്ട് അത്യാവശ്യം നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി പാക്ക് പൊട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ ആ ട്രയൽ ഓടിക്കുന്ന സമയത്ത് ടാറ്റയുടെ ഒഫീഷ്യൽസ് ഫുൾ ടൈം കൂടെ ഉണ്ട്, മീഡിയയുടെ ഒഫീഷ്യൽസ് ഉണ്ട്, എന്നെ കൺട്രോൾ ചെയ്യാൻ ശരൺ ഉണ്ട്. വണ്ടിയെ കൊന്നോ? നന്നായിട്ട് റേപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ റാലി ട്രെയിനിങ്ങിന് പോയത് ഫാബിദിന്റെ കൂടെ. അതായത് കാശിയിലുള്ള പരിപാടി റാലി ട്രെയിനിങ്. അപ്പോൾ ഒരു റാലി ഫുള്ളി പ്രിപ്പയർഡ് റാലി കാർ നമുക്ക് ഓടിക്കാൻ തരും. അപ്പോൾ ഒരു 10-90 കിലോമീറ്ററാണ് ഞാനത് ഓടിച്ചിട്ടുള്ളത് 2 ദിവസം കൊണ്ട്. ആ 2 ദിവസം അവസാനമായപ്പോഴാണ് എനിക്ക് ആ വണ്ടി ഒന്ന് കയ്യിലായത്. അങ്ങനെ കയ്യിലായി ഞാനിത് പഠിച്ചു എന്ന് എത്തിയൊരു സിറ്റുവേഷൻ ആയപ്പോൾ പിന്നെ എനിക്ക് ഓടിക്കാൻ വണ്ടിയില്ല. കാരണം എൻ്റെ ചാൻസ് തീരുകയാണ്. വേറെ 2 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, ആ ഡ്രൈവേഴ്സും കൂടി ഓടിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് തന്നെ ബാറ്ററിയുടെ കേസ് പൊട്ടി, എക്സോസ്റ്റ് പൊട്ടി. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യാൻ കുറേ സമയം പോയി. പിന്നെ എനിക്ക് ഓടിക്കാൻ സത്യം പറഞ്ഞാൽ ചാൻസ് കിട്ടിയില്ല. അതായത് കൈ വിട്ട് ഒരു റാലി കാർ ഓടിക്കാൻ ചാൻസ് കിട്ടിയില്ല. ഈ വണ്ടി വന്നപ്പോൾ ഒരു എസ്റ്റേറ്റ് റോഡ് തന്നു. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണ് വഴി അതേപോലത്തെ ടെറൈനാണ് ഞാൻ അന്ന് അവിടെ കോയമ്പത്തൂർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഓടിച്ചത്. ആ ട്രെയിനിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ കൊള്ളാം. ഇനീഷ്യൽ 2-3 വളവുണ്ട്. ആ വളവ് എനിക്ക് തന്നില്ല. ആ വളവ് പുള്ളി പറഞ്ഞു ഞാൻ പയ്യെ ഓടിച്ചോളാം. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു ഫഹദ് ഓടിച്ചോട്ടെ, ഫഹദിന് കുറച്ചുകൂടി സ്പീഡ് ക്യാരി ചെയ്യണ്ട. പുള്ളി കൺസർവ് ചെയ്ത് ഓടിക്കുക, വണ്ടിനെ പ്രിസർവ് ചെയ്ത് ഓടിക്കുക. കാരണം ഇനിയും ഷൂട്ടിന് ലാസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ പുള്ളി ഓടിക്കണം. അപ്പം ക്യാമറമാൻ ഒരു മലയാളി ഉണ്ട്, പിന്നെ പവർ ഡ്രിഫ്റ്റിന്റെ MD ഡയറക്ടേഴ്സിൽ ഒരാൾ, അയാളാണ് ഡയറക്ടർ. ശരിക്കുള്ള മൂവിയുടെ ഡയറക്ടർ ചെയ്യുന്ന പുള്ളിയാണ്. ആ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സ്റ്റൺ ഷോട്ടാണ് വേണ്ടത്, നിനക്ക് എത്രത്തോളം സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റുമോ അതിൽ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ലാസ്റ്റ് ഒരു നല്ലൊരു സ്ട്രെച്ച് ലാസ്റ്റിൽ കോർണറിൽ ക്യാമറ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രോൺ എൻ്റെ കൂടെ പറക്കുന്നുണ്ട്, സൈഡ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നും വീഡിയോ എടുക്കുന്നുണ്ട്. ആ ചുറ്റും കവർ ചെയ്ത് പോണ സാധനമാണ് അവർക്ക് വേണ്ടത്. ഞാൻ ഇനീഷ്യലിനെ ഗെയിം ചെയ്തു. ഫാസ്റ്റ് പോക്കിൽ ഒരു ഡിപ്പുണ്ട്, ആ ഡിപ്പിൽ വണ്ടി ഫുൾ എയറിൽ പോയി ഫ്രണ്ട് അങ്ങ് കുത്തി. ആ ഫ്രണ്ട് കുത്തിയത് കുഴപ്പമില്ലായിരുന്നു, ബാക്ക് കുറച്ച് ഹാർഡ് ഇമ്പാക്റ്റിൽ കുത്തി അങ്ങോട്ട് തെറിച്ചു റിയർ അങ്ങ് ബൗൺസ് ചെയ്തിട്ട് പിന്നെ പോണത് സൈഡിലേക്കാണ്. അപ്പോൾ ഞാൻ അയ്യോ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി കറക്റ്റായിട്ട് ലൈനിലേക്ക് വന്നു. പിന്നെ പോണത് ക്യാമറ ടീമിൻ്റെ മുമ്പിലേക്കാണ്, കോർണറിലുള്ള ക്യാമറ ടീം. ഞാൻ അതിന് മുമ്പ് ബ്രേക്ക് ചെയ്ത് അവരെടുത്തെത്തുന്നത് ഫുള്ള് പൊടിയൊക്കെ പറ്റിയിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പോരാ, ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ സൈഡ് ചെയ്ത് പോണത് വേണം.
അപ്പോൾ ഇനീഷ്യൽ ഡിപ്പിൻ്റെ അവിടെ ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് പിന്നെ അങ്ങ് കാല് കൊടുത്ത്, പിന്നെ ത്രോട്ടിൽ കൊടുത്ത് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക. മറ്റേ ഫീലായിരുന്നു, റാലി കാർ ഓടിക്കുന്ന ഫീലായിരുന്നു. ഞാൻ ആ സ്റ്റേജ് അവരെന്നോട് പറഞ്ഞു, ഓരോ തവണ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത് 2 വണ്ടി സ്പെയർ ഉണ്ട്, 5-8 ടയർ ഉണ്ട്, എന്താ ചെയ്യേണ്ടത് ചെയ്തു തന്നു. ഞാൻ അതുപോലെ പുഷ് ചെയ്ത് ഓടിച്ചു. ഒരു 120-ലൊക്കെയാണ് ആ സ്ട്രെച്ച് ഞാൻ ഓടിച്ചത്. സസ്പെൻഷൻ എങ്ങനെയുണ്ട് ഫീൽ ചെയ്തത്? ഒരു രക്ഷയില്ല, അടിപൊളി. അത്രയും വെയിറ്റ് ഉള്ള വണ്ടീനെ അതുപോലെ ആ വണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പൊളിച്ചു എന്ന് പറഞ്ഞാണ്ടല്ലോ, 3 ടയർ ഞാൻ പൊട്ടിച്ചു. അതായത് അതിൻ്റെ ഇടയിൽ 2-3 കല്ലുണ്ടായിരുന്നു. ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് ടയർ പൊട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കുമല്ലോ വണ്ടിക്ക്. ആ ടയർ വെച്ചിട്ട് ഞാൻ ആ പാറയൊക്കെ കയറിയിട്ടും, മര്യാദക്കാരൻ ഒരാൾ ഓടിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പൊട്ടൂല. ആ പാറയൊക്കെ അത്ര പരിക്കെടുത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. പാറയിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ 120 കിലോമീറ്ററിൽ അത്രയും സ്പീഡിൽ നമ്മൾ പോയി അടിച്ചാൽ കല്ലിൽ വല്ലതും തട്ടിയിട്ട് അങ്ങനെ പൊട്ടുന്നതാണ്. അടിപൊളിച്ച് കല്ല് എന്താ സംഭവം വെച്ചാല്, ചെറിയൊരു ചാലുണ്ട്. ആ ചാലിനെ കവർ ചെയ്യാൻ ഒരു 1.5-2 അടി നീളമുള്ള കല്ലിന്റെ ഇത്ര വീതിയുള്ള പീസുകൾ വെച്ചിട്ട് ആ ചാല് ഇങ്ങനെ കവർ ചെയ്തേക്കാം. സ്ലാബിന് പകരം കല്ല് വെച്ചാൽ കവർ ചെയ്തേക്കാം, എസ്റ്റേറ്റ് അല്ലേ. അപ്പൊ ആ കല്ലിൽ ഒരു കല്ല് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ബൈക്കിംഗ് പഠിക്കുമ്പോൾ ഞാൻ പലരുടെയും ഈ ക്ലച്ച്ലെസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്താണ് ടാർഗറ്റ് ലോക്കിംഗ്. അപ്പൊ ആ ടാർഗറ്റ് ലോക്കിംഗ് കറക്റ്റ് എനിക്ക് നേരെ പോകണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ആ കല്ലിനെ ഞാൻ ഒഴിവാക്കണം, ഈ കല്ലിനെ ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നത് ഈ കല്ലിലേക്ക് മാത്രം എന്റെ നോട്ടം. എനിക്ക് ആ കല്ല് എന്റെ കണ്ണിൽ നിന്ന് പോണില്ല. ആ തിരിച്ച് അപ്പൊ കുറെ ദൂരം അങ്ങോട്ട് ഓടിച്ചപ്പോ പിന്നെ അവർ പറഞ്ഞു തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ജമ്പ് എടുക്കാന്ന് പറഞ്ഞു. ആ ജമ്പ് എടുക്കാന്ന് അവർ പെർമിഷൻ തരലും ഞാൻ അങ്ങ് പൊളിച്ചടിക്ക് ചെല്ലും. പിന്നെ എനിക്ക് ഈ കല്ലങ്ങ് മനസ്സിൽ കയറി കറക്റ്റ് ആ കല്ലി കൊണ്ട് അടിച്ച്. ഫസ്റ്റ് ടയർ പൊട്ടിക്കുന്ന ആ കല്ലില്ല, പിന്നെ ഫുള്ള് റിവേഴ്സ് തന്നെ ഓടിച്ച് 2 ടയർ അങ്ങനെയും പൊട്ടിച്ചു. പക്ഷെ അപ്പോൾ ഒരു ടയർ മാറ്റി തരും, വണ്ടി മാറ്റി തരും. അതായത് ടയർ പൊട്ടുമ്പോൾ ആ വണ്ടി നേരെ അപ്പുറത്ത് കൊണ്ടിടും, അടുത്ത വണ്ടി എടുക്കും, അപ്പോഴത്തേക്ക് അവരെ വണ്ടി ടയർ മാറും, ആ വണ്ടി ടയർ പൊട്ടിക്കും. അങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത്. പക്ഷെ ആ ഷോട്ടിൽ എനിക്ക് തോന്നുന്നു മെയിൻ കിട്ടിയ സ്ഥാനത്തൊന്നും ടയർ പൊട്ടിയിട്ടില്ല കേട്ടോ. ഷോട്ട് കിട്ടിയതിലൊന്നും ടയർ പൊട്ടിയതല്ല. അത് ഞാൻ ഓവറായിട്ട് സ്റ്റണ്ട് ചെയ്ത് അതെനിക്ക് കൈ വിട്ട് ഓടിക്കാൻ വണ്ടി തന്നു. പിന്നെ എനിക്ക് വേറൊരു ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മല കയറ്റി അത് തിരിച്ചെങ്ങനെ ഇറക്കി? തിരിച്ചിറക്കിയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം റിവേഴ്സിൽ ഇറക്കി, അതൊന്ന് കയ്യിൽ നിന്ന് പാളി. പിന്നെ ഫുള്ള് ബ്രേക്കും മറ്റേ ട്രാക്ഷൻ കൺട്രോളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇറക്കിയത്. അങ്ങനെ മറ്റേ ഹിൽ ഡിസെന്റ് ഒക്കെ നോക്കി. ഹിൽ ഡിസെന്റിൽ 6 kmph ആണ് ഇനീഷ്യൽ ഭാഗമൊക്കെ. 6 kmph പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രോപ്പർ ഡിപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ 6 kmph പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കിളി പോകും. അവിടെ ബ്രേക്കിൽ ചവിട്ടി സ്ലൈഡ് ചെയ്ത് കുറച്ചിടാൻ പറ്റൂലേ? അത് 6 kmph കുറച്ചിടാൻ നമ്മുടെ റാംഗ്ലറും താറൊക്കെ ചിലപ്പോൾ താറിൽ 3 kmph 5 kmph അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണത്. റാംഗ്ലർ ഞാൻ 3 kmph-ലും 2 kmph-ലും ഓടിച്ചിട്ടുണ്ട്. ഈ വണ്ടി പറ്റാതെ ഇരിക്കാനുള്ള കാരണം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഇലക്ട്രിക് മോട്ടറാണ്. മറ്റു വണ്ടികളിൽ ഐസാണ്, ഗിയറിൽ റിഡക്ഷൻ വന്നിട്ടാണ് പവർ. എഞ്ചിന്റെ പവറിനെ ഓഫ് ചെയ്യാതെ ഗിയർ റിഡക്ഷൻ സപ്പോർട്ട് ചെയ്യും. ഈ വണ്ടിയിൽ മോട്ടറിന്റെ പവറിന് ഇത്ര ടോർക്ക് ചെന്നാലാണ് വീല് കറക്കാൻ പറ്റുള്ളൂ എന്ന് മോട്ടറിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത്ര പവർ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്യണം. അതിനുള്ള ലിമിറ്റ് വെച്ചപ്പോഴാണ് അവർക്ക് ഈ 6 kmph എന്നുള്ള സാധനത്തിലേക്ക് വരേണ്ടി വന്നത്. കാരണം നമ്മളൊരു ബാറ്ററിയിൽ നിന്ന് പവർ ഇങ്ങനെ കുറേശ്ശെ പവർ ഇങ്ങനെ കൊടുത്തിട്ടാണല്ലോ മോട്ടറിനെ കറക്കുക. അതിനൊരു മിനിമം ലിമിറ്റ് ഉണ്ടാവും. ആ മിനിമം ലിമിറ്റ് ഇത്ര കിലോ വാട്ട് ചെല്ലുമ്പോൾ അതിലും താഴെ സ്പീഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫ് ആണ്, പിന്നെ ബാറ്ററി പവർ കൊടുക്കണില്ല. നിങ്ങൾക്ക് തന്ന വണ്ടി അതൊരു സ്റ്റോക്ക് വണ്ടി തന്നെ ആയിരുന്നു? അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട്? ഈ റോൾ കേജ് വല്ലതും ഉണ്ടായിരുന്നു? ഒരു സേഫ്റ്റി സൈഡ് ഒരു ബേസിക് റോൾ കേജ് ഉണ്ടായിരുന്നു. അത് 3 വണ്ടി ഉണ്ടായിരുന്നു മൊത്തം. ഒരു വണ്ടി ഫുൾ ക്ലീൻ ആയിരുന്നു. ഏറ്റവും ആദ്യത്തെ 2 ക്ലൈംബുകളൊക്കെ ഷൂട്ട് ചെയ്തതും ലാസ്റ്റ് ക്ലൈംബ് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തതും ഒക്കെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ടോപ്പ് വരെ കയറ്റി? ഇല്ല, ഫസ്റ്റ് ഡേ ഇല്ല, സെക്കൻഡ് ഡേ സെക്കൻഡ് പാർട്ട് വരെ മുകളിലേക്ക് എത്തിയുള്ളൂ. സെക്കൻഡ് ഡേ ആണ്. അതായത് അവർക്കും ലൈനുകളുണ്ടാവും. ഞാൻ ഓടിക്കുന്നതിന്റെ കൂടെ രാവിലെ 4 മണിക്ക് പരിപാടി തുടങ്ങും, നേരെ വെളുക്കണതിന് മുമ്പ് തീർക്കണം. അപ്പോൾ ഓരോ ഭാഗത്തും ക്യാമറ എവിടെ വെക്കേണ്ടതെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അവർക്ക് എന്റെ ഓടിക്കലൊന്നും അവർക്ക് പ്രിഫറൻസ് ഇല്ല. അവർക്ക് വേണ്ടത് ഏറ്റവും നല്ല ഷോട്ട് വേണം. അപ്പോൾ ഓരോ ഭാഗത്തും വണ്ടി കൊണ്ടു നിർത്തിയിട്ട് ഏറ്റവും നല്ല ഷോട്ട് എവിടെ നിന്ന് കിട്ടും. ചിലയിടത്ത് ഞാൻ പോണ ലൈനിൽ തന്നെ മാറ്റി വണ്ടി ഒരു ഓപ്പൺ ഏരിയയിൽ കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് ഷോട്ട് എടുക്കും. ആ കല്ലിന്റെ ഇടയിൽ കൂട്ടുള്ള ഷോട്ട് കണ്ടില്ലേ ഫസ്റ്റിൽ തന്നെ? അത് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. ഡയറക്ടറുടെ കഴിവ്. അയാളുടെ എനിക്ക് ഇനീഷ്യലി അത് തങ്ങൾ പറയാണെന്ന് മനസ്സിലായില്ല, പിന്നീടാണ് അത് മനസ്സിലായത്. കുറച്ചൊരു കല്ലിന്റെ കൂട്ടുണ്ട്, ആ കല്ലിന്റെ കൂട്ടത്തിൽ തുള ഉണ്ട്. ഇയാൾ അപ്പൊ തന്നെ എന്റെ ബാക്കിലെ പൊടിയൊക്കെ മാറ്റിയിട്ട് അവിടെ ക്യാമറ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അവിടെ വെച്ചപ്പോൾ മാരക ഷോട്ട്. അത് ഞാൻ പോണ ലൈനേ അല്ല, വണ്ടി അതിന് മാറ്റി ആ കല്ലിന്റെ മുമ്പിൽ കൊണ്ടേ നിർത്തി. അങ്ങനെയാണ് ആ ഷോട്ട് എടുക്കുന്നത്. അത് പുള്ളിക്ക് അവിടെ നിർത്തിയിട്ട് വെയിൽ വരുന്ന സമയത്ത് എടുക്കണം, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എടുക്കണം. അങ്ങനെ സമയം കളയായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ എത്ര അടിപൊളിയായത്. അയാളുടെ ബ്രില്യൻസ് ആണത്. സപ്പോസ് ഈ ഒരു ഹാരിയർ EVക്ക് പകരം നിങ്ങൾക്ക് വേറെ ഇപ്പം നമ്മുടെ നേരത്തെ സംസാരിച്ച പോലെ ഗ്ലോസ്റ്ററോ അല്ലെങ്കിൽ ഫോർച്യൂണറോ എൻഡവറോ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഹൗ ദിസ് പെർഫോംസ് കമ്പയർഡ് ടു ദ Harrier.ev എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? ഓഫ് റോഡ് ഓടിക്കാൻ ഇപ്പൊ ഓഫ് റോഡ് ഓടിക്കാൻ എനിക്ക് മനസ്സിലായി. എൻഡവർ ഓടിച്ചിട്ടുണ്ട്, ഫോർച്യൂണർ ഓടിച്ചിട്ടുണ്ട്, ഗ്ലോസ്റ്റർ ഓടിച്ചിട്ടില്ല. എൻഡവറും ഫോർച്യൂണറും എനിക്ക് നല്ല പരിചയമുള്ള വണ്ടികളാണ്.
ഇത് രണ്ടു തന്നാലും ഞാൻ കയറ്റും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടികൾക്കാണ് ഗ്രൗണ്ട് കൂടുതൽ. ക്ലിയറൻസ് ഇതിന് കൂടുതലാണ്. പക്ഷേ ഇലക്ട്രോണിക്സ് ഇത്ര എഫിഷ്യന്റ് അല്ല. അതുകൊണ്ട് എന്റെ ഇൻപുട്ട് കൂടുതൽ വേണ്ടി വരും. എൻഡേവറിലായാലും ഫോർച്യൂണറിലായാലും ലാസ്റ്റ് നമ്മുടെ ഭയങ്കര ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അത് മൊമെന്റും ഇല്ലാണ്ട് ഇതിൽ കയറ്റാൻ മൊമെന്റ് ഇല്ലാണ്ട് കയറ്റാൻ ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. അത്രയും ടോർക്ക് ഇനീഷ്യലി ബിൽഡ് ചെയ്യണം. മാനുവൽ ആണെങ്കിൽ അതുപോലെ ക്ലച്ച് കത്തിച്ചോണ്ട് ഞാൻ ടോർക്ക് RPM കയറ്റി പിടിക്കണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ ലോയിൽ ഇട്ടിട്ട് പിടിപ്പിച്ച ലോ റേഞ്ച് ഗിയർ ബോക്സും ഗിയറിലുള്ള ലോ ഉണ്ടല്ലോ, മെയിൻ ഗിയറിലുള്ള ലോ, അതിലിട്ട് ഫസ്റ്റ് ഗിയറിൽ മാത്രം ലോക്ക് ചെയ്ത് RPM കയറ്റിയിട്ട് വേണം പിടിപ്പിക്കാൻ. ഇത്ര ഈസി ആയിരിക്കില്ല. ഇത്ര ഈസി ആയിരിക്കില്ല എന്ന് വെച്ചാൽ ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവിടെ ഓടിച്ചിട്ടില്ല. പിന്നെ എന്തായാലും ഐസ് വണ്ടിനേക്കാൾ ഈസി ആയിരുന്നു ഈ വണ്ടി കയറാൻ. കാരണം ഐസ് വണ്ടികൾ ഞാൻ ഇഷ്ടംപോലെ ഓടിച്ചിട്ടുള്ളതാണ്. അതിനേക്കാൾ ഈസി ആയിരുന്നു അവിടുത്തെ ഓരോ ടോർക്ക് ബിൽഡിംഗ് സെറ്റപ്പ്. ഇൻസ്റ്റന്റ് ടോർക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. യാസീൻ ഇത്ര നേരം എന്നോടും കൂടി ചോദിച്ചില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ല നോക്കട്ടെ. യാസീൻ കുറെ ട്രിപ്പൊക്കെ പോണതും ടാറ്റയുടെയും ഗോയിസിയുടെ ഒക്കെ സ്പോൺസേഡ് സെറ്റപ്പിൽ യാസീൻ ട്രിപ്പ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിക്കർ ഗോയിസിനൊക്കെ അടിച്ചിട്ട് പിന്നെ ടാറ്റയുടെ ഒഫീഷ്യൽ പേജിൽ കണ്ടു അത്. അങ്ങനെ എന്താണ് യാസീൻ അങ്ങനെയൊക്കെ പോയി. ഞാൻ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനൊരു നെക്സോൺ EV ഉപയോഗിച്ചിരുന്നു. അല്ല മാക്സ് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവം ഒന്നും മാക്സ് ഇല്ല. ഞാൻ EV എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ എന്റെ വീട് സോളാറാക്കി. ഞാൻ വീട് സോളാറാക്കിയപ്പോൾ തൃശ്ശൂരുള്ള പിള്ളേരാണത്, തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂടുള്ള പിള്ളേരാണ് അത് വന്ന് സോളാറാക്കിയത്. അവർ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ടീമായിരുന്നു. അപ്പോൾ സോളാറിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി സോളാറൊന്നും എനിക്ക് സബ്സിഡി ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവര് സോളാർ ഈ EV വണ്ടിയും കൊണ്ട് നെക്സോൺ EV കൊണ്ടാണ് വന്നിരുന്നത്. പ്രൈമായിരുന്നു അവരുടെ വണ്ടി. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കും ഞങ്ങൾ കുറച്ച് നേരം ചാർജ് ചെയ്യട്ടെ. അപ്പം ചാർജ് ചെയ്ത് തിരിച്ചു പോകുന്ന ചാർജ് എൻ്റെ വണ്ടിക്ക് ഇല്ലെന്ന് ചോദിക്കും. ഇല്ല എന്നാലും റിസ്ക് ആണ്, ഞങ്ങൾ കുറച്ച് അങ്ങനെ അവർ എൻ്റെ വീട്ടിൽ വന്ന് ചാർജ് ചെയ്തിട്ടാണ് പോവുക. അവരോട് ഞാൻ പറഞ്ഞു ഞാനും EV എടുക്കുമ്പോൾ അവർ നിൽക്ക് ഇപ്പം എടുക്കില്ലേ, ഈ വണ്ടി ചതിയാണ്, മാക്സ് വരുന്നുണ്ട് അപ്പോൾ എടുത്തോളം. അങ്ങനെ നെക്സോൺ EV മാക്സ് വരികയാണ്. പെരിന്തൽമണ്ണ KVR ഷോറൂമിൽ വണ്ടിയുടെ ലോഞ്ചിന് വിളിക്കാൻ. വണ്ടി ഞാൻ ആദ്യം എൻ്റെ നാട്ടിലൊരു പയ്യനാണ് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അവൻ എനിക്ക് ഫുൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു വണ്ടി ലോഞ്ച് ചെയ്യണതിന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ RFC ജയിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ RFC ഒക്കെ വിശ്വാസമല്ല, എനിക്ക് വിശ്വാസിച്ച് പോയത് തന്നെയാണ് ആദ്യത്തെ തവണയും. പക്ഷെ ആദ്യത്തെ 2 തവണയും ഒരു തവണ വണ്ടി കംപ്ലൈന്റ് ആയിട്ട്, ആദ്യത്തെ തവണ വണ്ടിയുടെ ടെക്നിക്കൽ എറർ, ചെറിയ എറർ, രണ്ടാമത്തെ തവണ നിർത്തി പോരേണ്ടി വന്നു, കംപ്ലീറ്റ് ചെയ്യാനേ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ അടിച്ച് നിൽക്കുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഇവന്റുകൾ ഞാൻ ജയിച്ച് നിൽക്കുകയാണ്. അപ്പം ഇവര് വിളിച്ചപ്പോൾ ഞാൻ ചോക്കൊള്ളാം. ഞാൻ എൻ്റെ പിള്ളേരോട് അങ്ങനെ ഒരു ലോഞ്ചിന് വിളിച്ചിട്ടുണ്ട്. ചെന്നപ്പോ വേറൊരാൾ വന്ന് ലോഞ്ച് ചെയ്തിട്ട് പോയി. ആ സമയത്ത് ഞാൻ EV മാക്സ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. 30,000 രൂപ അല്ല 11,000 രൂപ കൊടുത്ത് ഞാൻ വണ്ടി EV മാക്സ് ബുക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പം വണ്ടി എന്നിട്ട് പെട്ടെന്ന് വണ്ടി കിട്ടില്ല, 6 മാസം കഴിയുന്നൊക്കെ പറഞ്ഞ് പിന്നെ വണ്ടി തന്നു. വണ്ടി തന്നത് വേറെ ഏതൊരു ബുക്കിംഗ് ക്യാൻസലായി. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല, അതിന്റെ തൊട്ട് താഴെയുള്ള വണ്ടി തന്നു. ആ വണ്ടി ഞാൻ എടുത്തിട്ട് എനിക്ക് വണ്ടി ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ടോർക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് EV ഓടിച്ച് എനിക്ക് EV ഇഷ്ടപ്പെടുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഉള്ളത് ഒരു റൂറൽ സ്ഥലത്താണ്, ടൗണിലല്ല. പെരിന്തൽമണ്ണ ഒരു 16 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ അവിടെ കറണ്ട് ഒക്കെ പോയി ചിലപ്പോൾ 2 ദിവസമൊക്കെ പിടിക്കലുണ്ട്, ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉള്ള ഇൻവെർട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അറിയാത്തതാണ്. എന്നാലും ചില സമയത്ത് മരമൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളൊക്കെ കറണ്ട് ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത് 2-3 കൊല്ലം മുന്നേ വരെ എനിക്കത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ദിവസം ഞാൻ ഡെയിലി 100 കിലോമീറ്റർ 110 കിലോമീറ്റർ ഓടാണ്ട്. വീട്ടിൽ നിന്ന് തിരൂരായിരുന്നു ജോലി, തിരൂർ ജില്ലാ ആരോഗ്യ ആശുപത്രിയിലായിരുന്നു ജോലി. ഇവിടുന്ന് പോകും, അവിടെ പോയി തിരിച്ചും കൂടി വരണം. അപ്പോൾ 110 കിലോമീറ്റർ ഒരു ദിവസം ഓടണം. എൻ്റെ വണ്ടി മാക്സിമം 450 കിലോമീറ്റർ കമ്പനി ക്ലെയിം ചെയ്യെങ്കിലും മാക്സിമം എനിക്ക് കിട്ടുന്നത് 250 to 300. കൺസർവ് ചെയ്ത് ഓടിച്ച 300. ഞാൻ നല്ല പൊളിച്ചടിക്കുക ഓടിക്കുക 200 to 250. അതാണ് എൻ്റെ വണ്ടിയുടെ റേഞ്ച്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ 40% ചാർജ് തീരും. ഞാൻ പിന്നെയും വീട്ടിൽ കുത്തി വെച്ച് 100% കുത്തി വെക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം ഒരു 45% ചാർജ് ഞാൻ ഇവിടെ വന്ന് പെരിന്തൽമണ്ണയിലും കറങ്ങി ജിമ്മിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ആ ദിവസം ഒരു 53% 54% കണ്ട് ഞാൻ കുത്തി വെച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ആയില്ല. നേരെ വിളിക്കുമ്പോൾ 53%. എനിക്ക് ആ ആങ്സൈറ്റി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ അങ്ങോട്ട് തുടങ്ങിയ ടെൻഷൻ അടിയാണ്. പിന്നെ എനിക്ക് EV കൊണ്ട് എന്നും ടെൻഷനാണ്. എനിക്ക് പേടിയാ. യാസീൻ ഇതും കൊണ്ട് ട്രിപ്പ് പോയിട്ടേ അതും പറയാം, ട്രിപ്പ് പോയ കഥയും പറയാം. വണ്ടി വാങ്ങി നേരെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഓഗസ്റ്റിലെ വണ്ടി എടുക്കണം. ഓണം വെക്കേഷൻ തൊട്ട് മുമ്പ് മക്കളെയും കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായി. അവൻ്റെ നോർമൽ കാർ സിയാസ് കൊടുത്തു, ഞാൻ എൻ്റെ ഇലക്ട്രിക് കൊടുത്തു. ഹൈദരാബാദിലേക്ക് ട്രിപ്പ് പോയി. എൻ്റെ മുന്നേ പെട്ട് എൻ്റെ മക്കളുടെ ഓണം വെക്കേഷൻ ഞാനാണ് വണ്ടി കൊണ്ട് കൊളാക്കി. പോയി 2 ദിവസം വണ്ടി ചാർജ് ചെയ്യാൻ നടക്കുക, ചാർജറും ഇല്ല. അവസാനം സിയോന്റെ ചാർജറിന്റെ ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം ചാർജ് ചെയ്യാൻ പറ്റാതെ അവിടെ റൂം എടുത്ത് താമസിച്ചു. ഹോട്ടലിൽ കുത്തിവെച്ച നേരം വിളിക്കുമ്പോഴത്തേക്ക് ചാർജ് ആയില്ല. അതായത് മറ്റേ ഇതിന്റെ കട്ട് ഓഫ് ആയി, എന്താ എർത്ത് ഇല്ല എന്ന് പറഞ്ഞ പ്രോപ്പർ എർത്തിങ് അല്ല എന്ന് പറഞ്ഞ കട്ട് ഓഫ് ആയി. എനിക്ക് സത്യം പറഞ്ഞ EVയോട് ഞാൻ ആ ട്രിപ്പിലങ്ങ് വെറുത്ത്. പിന്നെ എത്ര നാൾ മുമ്പുള്ള സംഭവമാണ്? 2023 EV സ്റ്റാർട്ടായ സമയത്ത് മാക്സ് ഇറങ്ങിയപ്പം നെക്സോൺ EV മാക്സ് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ എത്രത്തോളം വന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും യാസീൻ പോയത് കർവില.
EV മാക്സിനേക്കാളും കപ്പാസിറ്റി കൂടിയ വണ്ടിയല്ലേ? 55 കിലോ വാട്ട് വരുന്നത്. EV Max 30 ആയിരുന്നു. EV Max 30. 35. അപ്പൊ അതിന്റെ ഒരു 20 കിലോ വാട്ട് മാറിയതിന്റെ കൂടുതൽ ഒരു 20 വ്യത്യാസം. കിലോ വാട്ട് മാറിയതിന്റെ ഒരു വ്യത്യാസം. പിന്നെ എനിക്ക് 100 കിലോമീറ്റർ ഒരു വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ആൻസൈറ്റി പ്രശ്നം ഭയങ്കരമായിരുന്നു. പിന്നെ എന്റെ കോമ്പറ്റീഷൻ വണ്ടികളെ കയ്യിൽ അല്ലാതെ റോട്ടിൽ ഓടാൻ EV മാത്രമാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചടക്കുകയാണ് ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചർ അതിന് മാത്രം മെച്ചപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലായതുകൊണ്ട് നാട്ടുകാരെ തെറിയും. ഞാൻ അതിന് പോയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ യാസിന് എന്തെങ്കിലും ഇപ്പോൾ EV എടുത്തിട്ട് ഫേസ് ചെയ്തിരുന്നു? EV എടുത്തിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിന്റെ ഒരു EV ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ടിയാഗോ EV. അപ്പൊ ഞാൻ ഉപയോഗിച്ച പോലെ തന്നെ. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ വണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്താൽ മതി എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് എടുപ്പിച്ച്. പുള്ളിക്കാരി ഡോക്ടർ. അപ്പം അവളുടെ വണ്ടി എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ കിടക്കുന്ന സമയത്ത് 70% ചാർജ് ഉണ്ട് വണ്ടിയിൽ. വണ്ടി എത്രയോ 200 കിലോമീറ്റർ ഒക്കെ റേഞ്ച് കാണിക്കുന്നത്. അവൾ പതുക്കെ ഓടിക്കാറുള്ളൂ. അതുകൊണ്ട് 200 കിലോമീറ്റർ 190 കിലോമീറ്റർ ഒക്കെ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാർ പോയേക്കാലോ എന്ന് കരുതി എല്ലാവരും കൂടെ കൂട്ടി മൂന്നാർ പോയതാണ്. ചാർജിങ് സ്റ്റേഷന് 1 കിലോമീറ്റർ മുമ്പ് ചാർജ് തീർന്നു, വണ്ടി വഴിയിൽ നിന്നു. അവസാനം പിന്നെ ആലുവയിൽ നിന്ന് മറ്റേ RSA ഒക്കെ വന്ന് അങ്ങനെ രാത്രിയായി പോയി, 2 മണിയായിപ്പോയി. അപ്പം അതും നടക്കുന്നില്ല. പിന്നെ നമുക്ക് അറിയില്ല, ഇത് സ്റ്റിയറിംഗ് ഒക്കെ ലോക്കായിരിക്കുക. അപ്പം തള്ളാനും പറ്റുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം പിന്നെ അങ്ങനെ കൊണ്ടുപോയി. അതാണ് ആ കൂടെ ജീവിതത്തിൽ പെട്ടേക്കുന്നത്. ആദ്യമായിട്ട് EV എടുത്ത് ആദ്യമായിട്ട് പെടുന്ന ഒരേ ദിവസം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ടിയാഗോ എടുത്ത് ടിയാഗോയിൽ ബാംഗ്ലൂരൊക്കെ പോകും. പ്ലാനിങ് വേണം. പ്രോപ്പർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓട്ടമുണ്ട്. ഡെയിലി എനിക്ക് എങ്ങനെ പോയാലും ഒരു 100-120 കിലോമീറ്റർ നമ്മുടെ സിറ്റിയുടെ ഉള്ളിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമുണ്ട്. സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സിറ്റിയുടെ മെയിൻ റൂട്ടിൽ കൂടെ ഓടിക്കുമ്പോഴാണ് ചാർജ് കൂടുതൽ. ബാംഗ്ലൂർ പിന്നെ ഇടയ്ക്ക് നമുക്ക് ബാംഗ്ലൂരൊക്കെ പോകേണ്ട അവസ്ഥ വരുമ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ 3 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യുന്നത്. ഒന്ന് പാലക്കാട് നിന്ന് ചാർജ് ചെയ്യും, ഒന്ന് സേലത്ത് നിന്ന് ചാർജ് ചെയ്യും. സേലം വിട്ട് കഴിഞ്ഞാൽ നേരെ ഹൊസൂറിന് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഓട്ടോ, പിന്നെ പാലക്കാട് വൈഫിൻ്റെ അടുത്തേക്ക് വരും, അങ്ങനത്തെ ഓട്ടോ ആയതുകൊണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ചാർജിങ് കൂടുതൽ വന്നപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. പിന്നെ ഫാദറിന് സ്വിഫ്റ്റ് ആയിരുന്നു. പുള്ളി അത് ടിയാഗോ ഓടിച്ച് പുള്ളിക്ക് ടിയാഗോ മതി, ഇത് സുഖം മാനുവലിന്ന് ഓടിക്കുന്നത്. പുള്ളി അത് കൊടുത്തിട്ട് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ടിയാഗോ എടുത്തു. ഞാൻ അങ്ങനെയാണ് കേവിലേക്ക് എത്തിയത്. കേവിൽ ഇപ്പോൾ നമ്മളിപ്പം നേപ്പാളൊക്കെ പോയി, കേവിൽ ഓൾമോസ്റ്റ് ഒരു 400 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുണ്ട്. 400 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു 600-700 കിലോമീറ്റേഴ്സ് ആയിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം മാക്സിമം ഇപ്പം 160 കിലോമീറ്റർ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് 60 കിലോമീറ്റർ ആണ് ആവറേജ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ റോഡ് കണ്ടീഷൻ 30 കിലോമീറ്റർ ആണ് ആവറേജ് കിട്ടുക. അത് തന്നെ പറ്റണമെന്നില്ല. 30 കിലോമീറ്റർ ഓടണമെങ്കിൽ 1 മണിക്കൂർ പിടിക്കും. നമ്മുടെ നാട്ടിൽ റോഡ് കണ്ടീഷൻസ് അതാ. അപ്പം 60 കിലോമീറ്റർ മാക്സിമം നമുക്ക് പിടിക്കാം. കാരണം നമ്മൾ ഒരുപാടൊക്കെ 100 ഓടിച്ചാലും അവിടെ ഇവിടെയൊക്കെ ബ്രേക്കേജ് 60 കിലോമീറ്റർ വെച്ച് പിടിക്കാം. 60 കിലോമീറ്റേഴ്സ് ഒരു പകല് ഫുള്ള് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ മാക്സിമം ഓടാൻ പോണ 600 കിലോമീറ്റർ മാക്സിമം. അതിന്റെ ഇടയ്ക്ക് ഒരു ചാർജിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമല്ല. 100 കിലോമീറ്റർ കിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മള് ഇപ്പോൾ വണ്ടികളും ഇപ്പോൾ നമ്മുടെ ഹാരിയർ ആണെങ്കിൽ ഒരു 500 റേഞ്ച്, കേവ് ആണെങ്കിൽ ഒരു 400 കിട്ടും. ഇപ്പോൾ വണ്ടികൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല റേഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണലി ഇപ്പം ഞാനിപ്പോൾ കേവ് ആണല്ലോ, ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ചാർജ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ 80% ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഇവിടെ എത്തി, ഇപ്പോൾ 50 ഉണ്ട്. എനിക്ക് അതിൽ തിരിച്ചു പോകാം, വീട്ടിൽ തിരിച്ചു പോകാം. അങ്ങനെ 200 കിലോമീറ്റേഴ്സ് ഓടാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈസി ആയിട്ട് തിരിച്ചു പോകാം. അപ്പം ഞാൻ കൂടുതലും ഹോം ചാർജിങ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതേപോലെ ലോങ് പോകുന്ന സമയത്ത് ഇപ്പോൾ ബാംഗ്ലൂർ പോകുന്ന സമയത്തൊന്നും ഇടയ്ക്ക് സേലത്ത് നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചൊരു ഒറ്റ ചാർജിൽ എത്തുകയും ചെയ്യും. ഇറക്കമാണല്ലോ ഫുൾ ഇങ്ങനെ ഇറങ്ങി. അപ്പം അങ്ങനെയാണ് ഡ്രൈവ്. അതുകൊണ്ട് വീട്ടിലെത്തും, ഒന്ന് ഈസി ആയിട്ട് എത്തും എന്ന് പറഞ്ഞാൽ ഇറക്കം ആയതുകൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് എത്തും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യണം, തിരിച്ചു വരുമ്പോൾ. നേപ്പാൾ പോയപ്പോഴും അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കുറേയൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ സൈഡ് ആണെങ്കിലും ഹൈദരാബാദ് വരും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് UP സൈഡിൽ മാത്രമേ കുറച്ചൊരു സ്ട്രഗിൾ വന്നുള്ളൂ. അത് കഴിഞ്ഞ് നേപ്പാളത്തേക്ക് കഴിഞ്ഞപ്പോൾ നേപ്പാൾ ഫുൾ ഇപ്പം നമുക്ക് ടാറ്റയുടെ ആപ്പ് ഉണ്ട്, ടാറ്റയുടെ IRA ആപ്പ് ഉണ്ട്. പിന്നെ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞാൽ പിന്നെ MGയുടെ ഒരു ആപ്പ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാർജസും കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, വർക്കിംഗ് ആണോ, അവിടെ വേറെ വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടോ, MGയുടെ ആപ്പ്. പിന്നെ ഗോയിസിയുടെ ആപ്പ് എന്ന് പറഞ്ഞാൽ ആ ചാർജ് ചെയ്യുന്ന വണ്ടി എത്ര ചാർജ് ആയെന്ന് ഇപ്പോൾ കാണിക്കും. ഡെവലപ്ഡ്. എനിക്ക് ഈ നേപ്പാൾ വരെ പോയി വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ആർക്കും ഒരു 300 കിലോമീറ്റർ റേഞ്ചുള്ള ആർക്ക് വേണമെങ്കിലും ഈസി ആയി പോയി വരാം എന്നുള്ളൊരു ഫീലായി. എന്നാലും UP MP സൈഡിൽ മാത്രം ഒരു ഇച്ചിരി ടാസ്ക് ഉണ്ട്. അവിടെ ചാർജസ് കൂടെ വന്നു കഴിഞ്ഞാൽ ആ റൂട്ട് ക്ലിയർ ആണ്. അപ്പോൾ ഏതാണ്ട് പ്രോപ്പർ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അത്യാവശ്യം റേഞ്ച് ഉള്ളൊരു വണ്ടിയാണ്. റേഞ്ച് വേണം, റേഞ്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റേഞ്ച് വേണം. പ്ലാനിങ് എനിക്ക് തോന്നുന്നു
അത്ര പ്ലാനിങ് ഒന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് ഒന്നും പ്ലാൻ ചെയ്യണ്ട. പോണ വഴി നോക്കി അന്നത്തെ ദിവസം രാവിലെ പോണതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി. സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വർക്ക് ചെയ്യണം. ഞാൻ പോണ സമയത്ത് ഇതൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആപ്പിൽ കാണിക്കുന്ന സ്ഥലത്തേ ആയിരിക്കില്ല ചാർജർ. ആ ചാർജർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അന്ന് ഞാൻ പോണ വഴി ചാർജിങ് സ്റ്റേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നും ഓണല്ല. ജിമ്നി എടുത്തു. എനിക്ക് 6 കിലോമീറ്റർ മൈലേജുള്ള ജിമ്നിയപ്പം എൻ്റെ വണ്ടി. കൊടുത്തപ്പോൾ പൈസ കിട്ടിയ പിന്നെ അന്യായ ചതിയായി പോലെ 19,70,000 രൂപയ്ക്ക് എടുത്തു. 62,000 കിലോമീറ്റർ ഓടി. ഓടിയല്ലേ നിങ്ങൾ? 62 ചടച്ചു എന്ന് പറഞ്ഞല്ലേ? 62,000 ഓടി നിങ്ങൾ? അത് ഓടില്ല. EV ആയിട്ട് രാവിലെ കുളിക്കാൻ പോണവരായില്ല. കുറെ പോകും. ബൈക്കിൽ പോയിരുന്ന പരിപാടിക്ക് അതാ ഫീല് വരുന്നുണ്ട്. അതിപ്പോ കൊടുത്തിട്ട് ജിമ്നി എടുത്തിട്ട് ഇത്രയും പെട്രോൾ അടിക്കുന്നുണ്ട് പെട്രോൾ അടിക്കുന്നുള്ള ഫീൽ ഇപ്പൊ ഞാൻ ജോലി ഒഴിവാക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റേതൊരു മാസം 25,000-30,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ജിമ്നി കൊണ്ടൊന്നും ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. ജിമ്നി വാങ്ങിയോടുകൂടി പിന്നെ ഞാൻ നേരെ സൈഡിലൊരു ഹിമാലയനും വാങ്ങിച്ചു. പിന്നെ ഹിമാലയൻ ഇപ്പൊ 9,000 കിലോമീറ്റർ ഓടിയത് ജോലിക്ക് പോയതാ. വേറെ എവിടെയും ഞാൻ പോയിട്ടില്ല. റൈഡ് പോലും പോയിട്ടില്ല. പഴയതുപോലല്ല, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവുന്നുണ്ട്. ഗോയിസിക്കാൻ ഓൾമോസ്റ്റ് ഒരു 250+ ചാർജേഴ്സ് കേരളത്തിലുണ്ട്. എന്താണേലും പെരിന്തൽമണ്ണയിലും നമുക്ക് ചാർജസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. വരുമായിരിക്കും. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ചാർജർ നേരത്തെ ഒരു സ്പോർട്സ് സ്റ്റോറിലായിരുന്നു. ആ സ്പോർട്സ് സ്റ്റോർ മാറി ഇന്നിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ തന്നെ അത് തിരിച്ചു വരണമെന്നും അത് കപ്പാസിറ്റി കൂടി തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഗ്രീൻ ടേബിൾ പണ്ട് ഉണ്ടായിരുന്നത് എന്താണ് ബോബിഡേ എന്ന് പറഞ്ഞ സ്പോർട്സ് സ്റ്റോറിൻ്റെ മുമ്പിലായിരുന്നു. അവിടെ ഞാൻ പോയിട്ട് ആ കടയ്ക്ക് കുറച്ച് കച്ചവടം ഒരു മനുഷ്യനും കയറാതെ ഇരുന്നത് അവസാനമായിട്ട്. കാരണം ഡെക്കാത്തലോൺ വന്നതോടുകൂടി അവരുടെ സ്റ്റോർസ് അത് പോയി. പിന്നെ ഞാൻ അവിടെ ആയിട്ട് അവസാനം ചാർജ് ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ അതിനുള്ളിൽ എന്തെങ്കിലും കയറി വാങ്ങിക്കുന്നു. അത് റെസ്റ്റോറൻറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ആർക്കെങ്കിലും പെരിന്തൽമണ്ണയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം പെരിന്തൽമണ്ണയിൽ വേറെ ഗോയിച്ചിയുടെ ചാർജസ് ഇല്ലല്ലോ. പക്ഷെ വരുമ്പോൾ ഒരു 1, 2, 3 ഒരുമിച്ച് കൊണ്ടുവരണം. കാരണം അത്രയും 60 കിലോവാട്ടെങ്കിലും വേണം. ഒന്ന് പോരാ, അപ്പോഴൊരു 2-3 ഓപ്ഷൻ വേണം. കാരണം വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വണ്ടികൾ അതുപോലെ EV വണ്ടികൾ ആൾക്കാർ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു കഥ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ വണ്ടി അവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് അയാൾ വന്ന് എൻ്റെ വണ്ടിയുടെ ചാർജർ, ആരെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അയാൾ അത് വലിച്ച് ഞാൻ നമ്പറൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നിനും പോയില്ല. എൻ്റെ വണ്ടിയുടെ ചാർജർ വലിച്ചൂരി നശിപ്പിച്ചിട്ട് അങ്ങനെ വണ്ടി കുത്തി വെച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്നതിനേക്കാളും നല്ലത് 2-3 ചാർജിങ് സ്റ്റേഷൻ വരുന്നതാണ് ഒരുമിച്ച്. 2-3 ചാർജിങ് യൂണിറ്റുകൾ അടുപ്പിച്ച് വന്നാൽ നന്നാവും. അപ്പോൾ ഗോയിസിയോട് ഇനി എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് പെരിന്തൽമണ്ണ ടൗണിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ടൗണിൽ അത്രയ്ക്കും വണ്ടികളുണ്ട്. കാരണം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഹോസ്പിറ്റൽ ടൗൺ ആണ്. അപ്പം ഇവിടെ കൂടുതൽ സാധനം കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. ടാറ്റ പോലും പ്രതീക്ഷിക്കാത്തൊരു വൈറൽ കണ്ടന്റ് ആയിരുന്നു ടാറ്റയ്ക്ക് കിട്ടിയത്. അത്രയും ഒരു വൈറലാവുന്ന അതിനും പ്രതീക്ഷിച്ചില്ല. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പണ്ട് റേഞ്ച് റോവറും ഒക്കെ കൊണ്ടുവന്നേക്കുന്ന ഒരു ആഡ് പോലത്തെ ഫീലായിരുന്നു ഈ ആഡിനുണ്ടായിരുന്നത്. ഈ ആഡിന് ശേഷം വേറെ ബ്രാൻഡുകൾ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം മഹേന്ദ്ര B6 റാലിയൊക്കെ ഇറങ്ങാൻ പോവാണ്. അപ്പം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ ഇതിനു വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു തരത്തിലും കോൺടാക്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് അല്ല ചെയ്യാനും ചാൻസ് ഉണ്ടാവില്ല. കാരണം ഞാൻ ഓൾറെഡി അവരുടെ ഒരു റൈവൽ ബ്രാൻഡ്, രണ്ടും ഇന്ത്യൻ ബ്രാൻഡാണ്, രണ്ടുപേരും വളർന്നു വരുന്നതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഓൾറെഡി അതായത് ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഓഫ് റോഡ് സീനിലാണെങ്കിലും മഹീന്ദ്രനെ ആരും വെല്ലണില്ല അല്ലേ? ഓഫ് റോഡ് സീനിൽ ഇപ്പം എപ്പോഴും എല്ലാവരും മഹീന്ദ്രയിലേക്ക്. ഇപ്പോൾ ഞാൻ കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്നതൊക്കെ മഹീന്ദ്ര വണ്ടി. അതിൻ്റെ ഇടയിലേക്ക് ടാറ്റ ഇങ്ങനെ ഒരു വണ്ടിയും കൊണ്ട് വരുമ്പോൾ ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ടാറ്റ ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ആലോചിച്ചത് ടാറ്റ എങ്ങനെയാണ് മഹീന്ദ്രയുടെ മാതിരി ഭംഗിയില്ലല്ലോ, ഉറൂസിൻ്റെ ഒക്കെ ലുക്കുള്ള വണ്ടിയല്ലേ, ഉറൂസിൻ്റെ ഒക്കെ പോലെ ലുക്കുള്ള വണ്ടികളോട് ടാറ്റ എങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ ആലോചിച്ചത്. അപ്പം അപ്പോഴാണ് ഇവർ ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് വരുന്നത്. അപ്പോൾ അവരെ കൗണ്ടർ ചെയ്യാൻ കൊണ്ടുവന്ന ഫീച്ചേഴ്സാണ് മുഴുവൻ ഇത്. പിന്നെ ഈ വണ്ടി ഓൾറെഡി ഒരു റേഞ്ച് റോവർ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി, പിന്നെ കുറച്ചും കൂടെ പ്രാക്ടിക്കലുമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ B6 അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലി ഓഡിയൻസിന് ബാക്കിലിരിക്കാനാണെങ്കിലും സ്പേസും വലിപ്പം ഒരു കാർ ലൈക്ക് ഷേപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഹാരിയർ കുറച്ചും കൂടെ ബെറ്റർ ആവും തോന്നുന്നുണ്ട്. അപ്പം എന്താണ് പറയുക, വേറെ കമ്പനികൾ വിളിച്ചോന്ന് ചോദിച്ചാൽ ഇനി വരും എന്ന് എനിക്ക് ചാൻസ് ഇല്ല. കാരണം എനിക്ക് മഹീന്ദ്രയുടെ ഓഫ് റോഡ് വണ്ടികളിൽ ഇപ്പോൾ താർ പെട്രോൾ ഇറങ്ങിയപ്പോൾ അതിൽ റിസർച്ച് ചെയ്യണമെന്നും അതിൽ ആ വണ്ടി കൊണ്ട് ഒരു കോമ്പറ്റീഷൻ വണ്ടി ഉണ്ടാക്കിയെടുക്കണമെന്നും അതിന് മഹീന്ദ്ര എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അതിൽ കയറിയിട്ട് ഞാൻ പുള്ളിയോട് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടി ഞങ്ങൾക്ക് തരുമോ. പുള്ളി 2-3 തവണ തരാമെന്ന് പറയാമെന്നല്ലാതെ ഇതുവരെ വണ്ടി കിട്ടിയിട്ടൊന്നുമില്ല. അതിന് പുള്ളിയുടേതായ ഒരു വണ്ടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിറങ്ങുമ്പോൾ അതെങ്കിലും ഒന്ന് ഓടിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫേസ് ടാറ്റയുടെ ഫേസ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഒഴിവായി പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ബ്രാൻഡ് വാറും കാര്യങ്ങളിലും നമ്മളും കൂടി ഉൾപ്പെടാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് നേരത്തെ. പക്ഷേ എന്താ ബ്രാൻഡ് വാറിനെ കുറിച്ച് എന്താണ് താല്പര്യം? ഇങ്ങനെ ടാറ്റ ഒരു വണ്ടി ഇറക്കുന്നു, അതിന് പകരം മഹേന്ദ്ര ഇറക്കുന്നു, മഹേന്ദ്ര ഒരെണ്ണം എടുക്കുന്നു, അതിന് പകരം ഒരു ടാറ്റ ഇറക്കുന്നു, എന്താണ് ഫീൽ ചെയ്യുന്നത് കൊണ്ട്? പുറത്ത് മോട്ടോർ പല ബ്രാൻഡുകൾ തമ്മിൽ ഇടിക്കുന്നുണ്ടില്ലേ? ഇപ്പം പണ്ട് മോട്ടോർ സ്പോർട്ടിൽ പലപ്പോൾ ഫെരാരി ലംബോർഗിനിയൊക്കെ ലെമാനിലൊക്കെ കളിക്കുന്ന പോലെ അങ്ങനെ ഓരോ ബ്രാൻഡുകൾ തമ്മിൽ വാറ് വന്നാലാണ് മോട്ടോർ സ്പോർട്ട് വളരുള്ളൂ അല്ലേ?
അപ്പോൾ അതുപോലെ അവർ വളർന്ന അതുകൊണ്ട് വളരുള്ളൂ എന്നല്ല ഞാൻ അതെ പറഞ്ഞത്. അത് പക്ഷെ നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യമാണ്. ഒരു competition എപ്പോഴും ഇവർ നല്ലതാണ്. തമ്മിൽ കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ടാറ്റ മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകൾ കോമ്പീറ്റ് ചെയ്ത് നല്ല വണ്ടികൾ ഉണ്ടാക്കണം. കാരണം ഇവർ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വണ്ടികൾ ഇറങ്ങി വരും. അതെ അതെ അല്ലേ? അതെ. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ മഹീന്ദ്ര കൊടുത്തത് കൊണ്ടാണ് ടാറ്റ ഇങ്ങനെ ഒരു കൗണ്ടർ അടിച്ചത്. ഓഫ് കോഴ്സ് മഹേന്ദ്ര അങ്ങനെ ഒരു വണ്ടി ഇറക്കിയപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു ഇനി ടാറ്റ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. പക്ഷെ ടാറ്റ അപ്പം തന്നെ വേറെ വണ്ടി ഇറക്കി. കുറേ കാര്യങ്ങൾ മഹേന്ദ്രയിലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈഫ് ടൈം വാറണ്ടി, അൺലിമിറ്റഡ് കിലോമീറ്റർ, അല്ല, അതൊക്കെ അവർ കൊടുത്തത് കൊണ്ടാണ് ഇവരിത് കൊടുക്കാൻ കൊടുക്കുന്നത്. നിർബന്ധിതരായത്. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മഹേന്ദ്ര സംതിങ് ബിഗ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇനി വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റാലിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. റാലി ചിലപ്പോൾ ഇതിലും അടിപൊളി ആവാം. പക്ഷെ ഇത് ശരിക്കും സത്യത്തിൽ നല്ലൊരു കാര്യമല്ല. കാരണം നമുക്കൊരു 400 bhp ഉള്ള വണ്ടി, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി, 2 കോടി രൂപ 1.5 കോടി രൂപ വില വരുന്ന വണ്ടി, നമുക്കൊരു 400 bhp വണ്ടി ഓടിക്കണമെങ്കിൽ 2 കോടി രൂപയെങ്കിലും മിനിമം വേണം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പവർ ഒരു സാധാരണ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സ്വപ്നം കാണാനും ഒക്കെ ഈ 2 ബ്രാൻഡും പഠിപ്പിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ കോമ്പറ്റീഷൻ നല്ലത് തന്നെ ആയിരിക്കും. ഒരു ഹെൽത്തി ആയിട്ട് ഇങ്ങനെ പോകണം. ഇവർ രണ്ടുപേരും പുതിയ പുതിയ വണ്ടികൾ കൊണ്ട് വരണം. എന്റെ ആഗ്രഹം ഇവർ രണ്ടുപേരും റാലിയിലേക്കോ ഓഫ് റോഡിലേക്കോ വരണം എന്നാ. എന്റെ ആഗ്രഹം ഇവർ രണ്ടുപേരും നിങ്ങളെ വിളിക്കണമെന്നാ. നടക്കുമെന്നറിയില്ല. നടന്നാൽ ഞാനും ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇനിയും കോമ്പറ്റീഷൻ ഓടിക്കണം എന്നുണ്ട്. ഓടിച്ചാൽ ഞങ്ങൾ ജയിക്കും ചെയ്യും. ഇപ്പോൾ ഏത് ബ്രാൻഡിന്റെ പിന്നാലെ ആയാലും ഞങ്ങൾ അതിനു വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. എൻ്റെ ടീമുണ്ട്. എനിക്ക് എൻ്റെ പിന്നാലെ എൻ്റെ ഒരു കോർ ക്രൂ ഉണ്ട്. എൻ്റെ ഫാമിലി ആയാലും എൻ്റെ സപ്പോർട്ടാണ്. അപ്പം എനിക്ക് ഇതാണ് എൻ്റെ ഒരേ ഒരു ഭ്രാന്ത്. എനിക്ക് ആകെ കിക്ക് കിട്ടുന്ന ഒരു സാധനം. നിങ്ങളിങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ? ഞാൻ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഓഫ് റോഡ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. കാരണം ഓഫ് റോഡ് ട്രെയിനിങ്ങിൽ ഞാനിത് തുടങ്ങാനുള്ള കാരണം ഞാൻ ഒരുപാട് എൻ്റെ കയ്യിലുള്ള കാശ് ഫുള്ള് കളഞ്ഞിട്ടാണ് ഞാനിത് പഠിച്ചത്. ഇനീഷ്യലി അന്ന് എൻ്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പം എൻ്റെ അടുത്ത് ചിലവാക്കാൻ കാശില്ല. അന്ന് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് അത്രയും ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ഒരാളും എന്നെ ബീറ്റ് ചെയ്യാത്തൊരു വണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ പഠിച്ചെടുത്തു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. പക്ഷെ അത് പഠിച്ചെടുത്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ കാശ് ഫുള്ള് തീർന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇനി എനിക്ക് അങ്ങനെ വളരാനുള്ള ചാൻസ് ഇങ്ങനത്തെ ബ്രാൻഡുകൾ എന്നെ സപ്പോർട്ട് ചെയ്താലാണ്. അല്ലാതെ എനിക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കി എടുത്തിട്ട് കോമ്പറ്റീഷൻ ഓടിക്കണം. ഇപ്പോൾ ഡക്കാറൊക്കെ എന്ന് പറഞ്ഞാൽ ഡക്കാറിൽ ഓടി ഇലക്ട്രിക് വണ്ടി ഇട്രോൺ ഇറക്കി. അവർ കഴിഞ്ഞ മുമ്പത്തെ വർഷം അവരാണ് ജയിച്ചത്. അപ്പം ഒരു ഇലക്ട്രിക് വണ്ടി കൊണ്ട് ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് മോട്ടോർ സ്പോർട്ട് റാലി ജയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാടല്ല ലോകം എത്തിയിട്ടുണ്ട് അല്ലേ? ടാറ്റയ്ക്കും മഹീന്ദ്രക്കൊക്കെ വേണമെങ്കിൽ ശ്രമിക്കാം. ഉറപ്പായിട്ടും. കാരണം ഇത്രയും വലിയ കമ്പനിയാണ്. അവർക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം റാലി വണ്ടി ഡെവലപ്പ് ചെയ്യലും ഓടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാറ്റയ്ക്കും ചെയ്യാം. കാരണം ഇത്രയും വലിയ വണ്ടികളിൽ വരുമ്പോൾ BMW കഴിഞ്ഞ ദിവസം ആരൊരു വീഡിയോ ഇട്ടു. BMW ഓട്ടോ പാർക്കും ആ ഓട്ടോ റിവേഴ്സുമാണ് ഹാരിയറിൽ വന്നത്. അങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് കുറച്ച് കൊണ്ടുവരുന്ന വണ്ടി കമ്പനികൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. അതിൽ നമ്മളെ വിളിക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ റാലി ആയാലും ഞാൻ പ്രൂവ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ 100% ഞാൻ എന്താണോ ചെയ്യണത് അതിലേക്ക് എൻ്റെ 100% കിട്ടുന്ന ആളാണ്. എനിക്ക് ഇന്ന് കേരളത്തിൽ നല്ല ഡ്രൈവേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ കഴിവിൻ്റെ 100% അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ കോ ഡ്രൈവർ രാജീവ് ലാൽ, അവനതിലേക്ക് ഒരു ഇവന്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേറൊന്നുമില്ല. അവന് സ്വന്തമോ അത് അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞാനും അവനാണ് ഒരുമിച്ച് തുടങ്ങിയത്. ഞാൻ അവനെ ഒരുപാട് അവനെ സപ്പോർട്ട് ചെയ്യും. അവൻ അതുപോലെ തിരിച്ചിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്തവിളി എന്ന് പറഞ്ഞാൽ ട്രാക്കിൽ ഞങ്ങൾ അത്രയ്ക്ക് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്താലേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം അവൻ ആരാണോ, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാണെന്ന് ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ അവനേക്കാളും മൂത്താണെന്ന് അവനും മൈൻഡ് ചെയ്യില്ല. നല്ല ചീത്ത വിളിക്കും, അങ്ങോട്ട് കൂടി ചീത്ത വിളിക്കും. എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവൻ നല്ലോണം ചീത്ത വിളിക്കും. ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഹെൽമെറ്റ് എടുത്ത് വണ്ടിയിലേക്ക് എറിയും. അങ്ങനെയൊക്കെ അവൻ്റെ അറഗൻസ് കാണിക്കും. പക്ഷെ ആ കാണിക്കുന്നത് അടുത്ത സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രൂവിൽ ഏറ്റവും പ്രായമുള്ള ആൾ ചിലപ്പോൾ ഞാനായിരിക്കും. ഇപ്പോൾ കുറേ പേരുണ്ട്, പിള്ളേരുണ്ട്. അവന്മാരൊക്കെ പുറത്തുനിന്ന് തന്നെ അതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടാ എന്നുള്ളത് വിളിക്കില്ല. ചില സമയത്ത് അത് എടാതെ കേൾക്കുമ്പോൾ അയ്യോ ചെക്കന്മാരുള്ള വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതും എനിക്കൊരു എനർജിയാണ്. ഭയങ്കര മോട്ടിവേഷനാണ്. കാരണം ഇവര് പിന്നിലിരുന്ന് വിളിച്ച് ആ സ്റ്റേജ് നമ്മളെ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യിക്കുകയാണ്. അത് ഏറ്റവും ബെസ്റ്റ് ടൈമിൽ. ഞാൻ പിന്നെ നോക്കണത് വണ്ടി നശിപ്പിക്കാതെ ക്ലിയർ ചെയ്യാൻ ഞാൻ പഠിച്ചു. അതാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. കാരണം ഏറ്റവും ആദ്യം കുറേ ട്രാക്കിൽ വണ്ടി പൊട്ടി തോറ്റോണ്ടിരുന്ന ആളാണ്. അവിടുന്ന് തോക്കാതിരിക്കണമെങ്കിലുള്ള അടുത്ത കളി എന്ന് പറഞ്ഞാൽ വണ്ടി പൊട്ടിക്കാതെ ഫിനിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേജിലും വണ്ടി പൊട്ടിക്കാതെ എങ്ങനെ ഓടിക്കണം എന്ന് ഞാൻ പഠിക്കും. അങ്ങനെ പഠിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ചീപ്പറായിട്ട് ഓടുന്ന ആളും ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ബ്രേക്കേജസ് ഇല്ല. ബ്രേക്കേജസ് വരുന്ന ഒരു ട്രാക്കാണ്, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്ന ട്രാക്കാണെങ്കിൽ ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യും. എനിക്ക് അവിടെ വിന്നർ ആവണ്ട. അങ്ങനെ വിന്നർ ആയി കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു 3 ചാൻസ് എൻ്റെ മിസ്സാവാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരോട് ഞാൻ അതാ പഠിപ്പിക്കുന്നത്.
ഒരു ഒരു പരിധി വിട്ട് സ്പീഡിൽ പോയിട്ട് ഒരു കാര്യമില്ല. സ്പീഡിനേക്കാളും നല്ലത് ടാക്ടിക്സ് ആണ്. ഇപ്പൊ എല്ലായിടത്തും ഒരു ടേണ്, പിന്നെ അതുപോലെ ഓബ്സ്റ്റക്കിൾ ക്ലീൻ ആയിട്ട് ക്ലിയർ ചെയ്ത് പോവുക, അതിലൊക്കെയാണ് കളി. അത് ഒരു ഒബ്സ്റ്റക്കിൾ 2 അറ്റംപ്റ്റ് എടുക്കുന്നതിന് പകരം ഒറ്റ അറ്റംപ്റ്റ് തന്നെ ക്ലീൻ ആയിട്ട് പയ്യാണെങ്കിലും കടന്നു പോവുക, അവിടെയാണ് പിടുത്തം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ടൈം സേവ് ചെയ്യുന്നത്. ഒബ്സ്റ്റക്കിളിൽ ഞാൻ ടൈം സേവ് ചെയ്യുന്നത് അവിടെയാണ്. പിന്നെ ഈ കഴിഞ്ഞ RSC തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 26 സ്റ്റേജിൽ ഞാൻ ആകെ 5 സ്റ്റേജാണ് ഞാൻ ഫാസ്റ്റസ്റ്റ് അടിച്ചിട്ടുള്ളൂ. 11 സ്റ്റേജ് ഫാസ്റ്റസ്റ്റ് അടിച്ച ഒരാൾ എൻ്റെ പിന്നിലാണ്. അപ്പം സ്പീഡിൽ പോകണല്ല കാര്യം, പെടാതെ പോവുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് മഡ് ആൻഡ് റോക്ക് എന്ന് പറഞ്ഞ ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് വണ്ടി കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെ ഓടിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ ഓഫ് റോഡ് വണ്ടികൾ ഇത്ര ഇറങ്ങിയപ്പം ഇത് എങ്ങനെ ഓടിക്കണം എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. താർ ഇറങ്ങി, റാംഗ്ലർ ഇറങ്ങി, ഇവരൊക്കെ കുറേ കാശ് ചിലവാക്കി നശിപ്പിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കാശ് ചിലവാക്കാതെ നല്ല രീതിയിൽ എങ്ങനെ ഈ ഓഫ് റോഡ് ഓടിക്കാന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. നല്ലൊരു പ്രോപ്പർ ഓഫ് റോഡ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് റോഡിലും അതേപോലെ ഭയങ്കരമായിട്ട് മെച്ചപ്പെടും. നമ്മൾ ശരിക്കും ഭയങ്കര മെച്ചറാവും പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്താൽ. ഞാനും പറയട്ടെ, ഇത്രയും കാലം ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂവിലൊക്കെ എനിക്ക് ഭയങ്കര ട്രോളുകൾ വന്നു. ഞാൻ എൻ്റെ വണ്ടിയാണ് കോപ്പി ചെയ്യുന്നത്. എൻ്റെ വണ്ടി കോപ്പി ചെയ്യാന്ന് പറഞ്ഞത് എൻ്റെ വണ്ടി അത്ര സ്ട്രോങ് ബിൽഡാണ്, അത് ഓബ്സ്റ്റക്കിൾസിലൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല. അപ്പൊ ആ ഒരു ആർക്കിടെക്ചറും ആ ഒരു ജോമെട്രിയാണ് ഇപ്പൊ ഒട്ടുമിക്കതും തന്നെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വണ്ടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒട്ടുമിക്ക വണ്ടികളും അതാണ് ചൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഉണ്ടാക്കി എൻ്റെ വണ്ടി അന്ന് വയനാട് MB ഗാരേജിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. വിപിൻ വർഗീസിന്റെ അവിടുത്തെ ഫസ്റ്റ് കോമ്പറ്റീഷൻ വണ്ടി ഏറ്റവും പ്രോപ്പറായിട്ട് ഓടി തെളിയിച്ച വണ്ടി എൻ്റെതാ. വിവിയോട് ചോദിച്ചാൽ വിവി പറയും, അത് അത്രയും കൂടുതൽ വണ്ടികൾ എൻ്റെ വണ്ടി പോലെ ബിൽഡ് ചെയ്യാൻ അവിടെ ഇഷ്ടം പോലെ വണ്ടി വന്നിട്ടുണ്ട്. വിബി തന്നെ കുറേ വണ്ടി എൻ്റെ വണ്ടി പോലെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ വിപിനെ ഞാനത് ഏൽപ്പിക്കാൻ കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിവിക്ക് മനസ്സിലാവുമായിരുന്നു. കാരണം വിവി എൻ്റെ കൂടെ കോമ്പറ്റീഷനിലുള്ളതാണ്. എനിക്ക് കോമ്പറ്റീഷൻ തരുന്ന ഒരു ഡ്രൈവറാണ് വിവി. അപ്പോൾ എനിക്കറിയാം വിവി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരാൻ കഴിവുള്ള ഒരാളായിരുന്നു. ഇന്നിപ്പോൾ 2-3 ഗാരേജുകൾ അങ്ങനെ ഉണ്ട്. ഞങ്ങളിവിടെ പെരിന്തൽമണ്ണയിൽ നാസർക്കാക്ക് ടെക്നിക്കൽ ഭയങ്കര തലമുണ്ട്, നമ്മൾ ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ഗാരേജ് തുടങ്ങി, ബോഡി സസ്പെൻഷൻ അങ്ങനെയൊക്കെ ചെയ്യാൻ, കോഴിക്കോട് റഫ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പണികൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഓഫ് റോഡ് ട്രെയിനിങ് മഡ് ആൻഡ് റോക്കിൽ നടത്തുന്നുണ്ട്. മാസത്തിൽ ഒരു ബാച്ച് ലെവൽ 1 ട്രെയിനിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ എങ്ങനെ ഓടിക്കണമെന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അത് ലെവൽ 3 പഠിപ്പിക്കുന്നത്. അപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ താഴെ കൊടുത്തേക്കാം. വണ്ടി നശിപ്പിക്കാതെ വണ്ടി പ്രിസർവ് ചെയ്ത് ഓബ്സ്റ്റക്കിൾസ് എങ്ങനെ ക്ലീൻ ആയിട്ട് കവർ ചെയ്യണമെന്നും ഒക്കെ അതിനുള്ള ഓരോ ലൈനും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൊതുവെ എന്നെ പോലുള്ളവർ അത്ര ഓഫ് റോഡ് ബേസിക്സ് ഒന്നും അറിയാത്തവർ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാറുണ്ട്. ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടല്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുക്കുക, ചവിട്ടി പൊളിച്ച് കയറ്റുക, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പലപ്പോഴും കയറാറുള്ളത്. ടെക്നിക്സോ അതിൻ്റെ ബേസിക്സോ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും വരാറില്ല. ഞാനിപ്പം പല പ്രാവശ്യം പല മലകളുടെ മുകളിൽ പോകുമ്പോഴും അവിടെയും പലരും താറായിട്ടും ജിപ്സി ആയിട്ടും ജിംനി ആയിട്ടൊക്കെ അങ്ങനെ ഇടിച്ച് പൊളിച്ച് കയറി വരുന്ന കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ പണി ഞാനും ആദ്യം ചെയ്തിരുന്നു. ട്രെയിനിൽ പോവുകയാണെങ്കിലും കോമ്പറ്റീഷനിൽ വരെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അറിയാഞ്ഞിട്ടാണ്, എനിക്ക് പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നു. അതുകൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി പരിക്കാം, ഉറപ്പായിട്ട് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇടിച്ച് കുത്തുമ്പോൾ എവിടെയൊക്കെ പരിക്ക് പറ്റും. ഇപ്പം ഇന്ന് ഞാൻ കോമ്പറ്റീഷൻ ട്രാക്കിൽ ഓടിക്കുമ്പോൾ എൻ്റെ വണ്ടി എവിടെ കുത്തി, ഏത് ഭാഗം കുത്തി എന്നുള്ളത് എനിക്ക് കൺസേണാണ്. നേരെ മറിച്ച് അന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊന്നും ചിന്തിക്കാതെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ പൈസ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എല്ലാവരും ഭയങ്കര കാശുകാരായിട്ടൊന്നുമല്ല ഇതൊന്നും വാങ്ങിക്കുന്നത്, ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിക്കുന്നില്ല. ഞാനും അങ്ങനെ വാങ്ങിച്ചാളാം. അപ്പം വണ്ടിയുടെയൊക്കെ പൊട്ടും. താറിൻ്റെ ഒരു ആക്സിൽ പൊട്ടിയ 24,000 രൂപയാണ് ഒരു ആക്സിലിൻ്റെ വില. താങ്ങാൻ പറ്റില്ല പലർക്കും. എനിക്കത് കേട്ടിട്ട് ആദ്യത്തെ തവണ ഞാനത് ഞെട്ടിയിട്ടുണ്ട് പെട്ടച്ചനെ. അത് വാറണ്ടിയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെയോ കുറേ, ചിലപ്പോൾ വാറണ്ടിയിലൊക്കെ ക്ലിയർ ആവും, ചിലപ്പോൾ നമ്മൾ പരിക്കെടുത്താണെങ്കിൽ അവർ സമ്മതിക്കില്ല. അന്നൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം സഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ താറ് സോളിഡ് ആക്സിലായിട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ടും പരിക്കുകൾ തന്നെ, പൊട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തു. അപ്പോൾ താറിൻ്റെ പവർ കൊണ്ട് പിക്കപ്പിൻ്റെ ആക്സിൽ താങ്ങൂല. അങ്ങനെ എക്സ്പീരിയൻസ് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങൾ. ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ ഞാൻ അയാളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. ഇന്ന വണ്ടി, നിൻ്റെ ആഗ്രഹം എന്താണ്, നിനക്ക് എവിടെ എത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ഓടിക്കണം. അപ്പോൾ തുടക്കത്തിലെ വണ്ടി ബിൽഡ് ചെയ്ത് വണ്ടിനെ പ്രോപ്പറായിട്ട് കൊണ്ടു കിടക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു ട്രെയിനിൽ ഇപ്പം എൻ്റെ അടുത്തൊരു ജിംനി ഉണ്ട്, എൻ്റെ ജിംനിയും കൊണ്ട് ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, മറ്റേ ആൾ ഓടിച്ച് കയറ്റിയത്. അപ്പം അയാൾ ഇവിടെ വന്നിട്ട് പറയാം, എനിക്ക് ഈ ട്രെയിലൊന്നും എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് അറിയില്ല, ഈ വണ്ടിക്ക് എൻ്റെ ഫീച്ചർ ഉള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ജിംനി ആയാലും താറായാലും താറോക്സൽ, ഈ വണ്ടികളൊക്കെ ഭയങ്കര കേപ്പബിളാണ്. ഇടിച്ച് കുത്തിയ ഈ വണ്ടിയൊക്കെ എവിടെയും കയറും. പക്ഷെ ആ വണ്ടി പരിക്ക് പറ്റാത്ത കയറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് വേണ്ട കാര്യമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് വന്നാൽ ഇന്നത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഇടിച്ച് കുത്തി പോണ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതുകൊണ്ട് നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തണം. അപ്പോൾ നേരെ സ്കിൽഡായി, ഇപ്പോൾ ബൈക്കാണെങ്കിൽ ബൈക്കിനും റൈഡിങ് പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ.
സ്കൂൾ ഔട്ട് കിട്ടും, അങ്ങനെ കുറേ പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപ്പം ഓഫ് റോഡ് ഡ്രൈവിങ്ങിൽ വണ്ടി നശിപ്പിക്കാതെ ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് നല്ല ക്ലീൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറായിട്ടുള്ളത് മുബഷിറാണ്. മുബഷിറും അങ്ങനത്തെ കാര്യത്തിൽ വണ്ടി നശിപ്പിക്കാതെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസേൺ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ട്രെയിനിൽ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ടാൽ ആ ഒബ്സ്റ്റക്കിൾ എങ്ങനെ കടന്നു പോകണം, ഇത്തിരി ബുദ്ധി, ശകലം ഇൻപുട്ട് നമ്മുടെ തലേന്ന് കൊടുത്താൽ മതി. വണ്ടിയുടെ കഴിവിൻ്റെ കൂടെ നമ്മുടെ ഇൻപുട്ടും കൂടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് പരിക്കില്ലാതെ അതിൽ കൂടെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചിട്ട് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്കില്ലുള്ള ഡ്രൈവറാകും. അപ്പം ഞാൻ അന്നേ പൊട്ടി തീർന്നിരുന്നെങ്കിൽ എൻ്റെ ഒരു ഗ്രിട്ട് കൊണ്ട് മാത്രം ഞാൻ കയറി വന്നതാണ്. അന്നേ പൊട്ടി തീർന്നില്ലെങ്കിൽ ഞാൻ മാറി നിന്നേനെ. ഞാൻ 2018 കോമ്പറ്റീഷൻ നിർത്തിയതാ. കാശ് പോയിണ്ടല്ലോ. നമുക്ക് പിന്നെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാനുള്ള കാശൊന്നും ഇല്ലാണ്ടായി പോയി. മുഴുവൻ വണ്ടിയിൽ ചിലവാക്കി നമുക്ക് മടുത്തു. എനിക്കങ്ങനെ മടുത്തിരുന്ന ഒരു ഫേസിൽ എന്നിട്ട് ഞാൻ താറ് വിറ്റ് ഒരു ബൊലേറോ വാങ്ങി ഇനി ഫൺ ഡ്രൈവ് മാത്രമേ പോവുള്ളൂ, കോമ്പറ്റീഷൻ നിർത്തി, പരിപാടിയെ നിർത്തി എന്ന് പറഞ്ഞ് മാറിയിരുന്ന ആളാണ് ഞാൻ. പിന്നെ 2018 RFC ആണ് എനിക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു വാശി ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരോടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് പഠിച്ചിട്ട് ഇറങ്ങാം. പിന്നെ നമ്മൾ 100% കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും നമുക്ക് കിട്ടും. എന്തൊരു താല്പര്യമുള്ള സാധനമാണെങ്കിലും. അപ്പോൾ ഓഫ് റോഡിങ് ആണെങ്കിലും ബൈക്ക് റൈഡിങ് ആണെങ്കിലും റോട്ടിലാണെങ്കിലും നല്ലോണം പഠിച്ച് ആലോചിച്ചിറങ്ങാം. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ്. ഇപ്പോൾ ഓഫ് റോഡിലൊരു ഭയങ്കര പവർ കൊടുത്ത് കയറേണ്ട ഒരു സാധനം ചിലപ്പം ചെറിയ പവറിൽ വണ്ടിയുടെ ടാക്ടിക്സും വണ്ടിയുടെ സ്കില്ലും, അതായത് വണ്ടിയുടെ ഇലക്ട്രോണിക്സിന്റെ പവറും, വണ്ടിയുടെ ചിലപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ലോക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സാധനം ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്കില്ല് നമ്മുടെ തലയൊക്കെ ഉപയോഗിച്ച് കയറിപ്പോകുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിന് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, എത്ര ഇൻപുട്ട് മതിയായിരുന്നില്ലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നമുക്കുണ്ടാവും. നമ്മൾ കുറേ മെച്ചേർഡ് ആവും. അതേ സാധനം നമുക്ക് റോട്ടിലും വരും, ഈ സാധനത്തിന് ഇത്ര മതിയല്ലോ എന്നൊക്കെ. അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ നോർമൽ ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ആവും അല്ലേ? ഒരു സംശയമില്ല. കാരണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്കില്ല് മനസ്സിലാവുമല്ലേ, വണ്ടിയുടെ കപ്പാസിറ്റി എത്രത്തോളം എന്ന് മനസ്സിലാവും, പ്രോപ്പർ ലൈനും ഒക്കെ മനസ്സിലാവും. ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എവിടെ എത്ര പ്രഷർ വേണം. ചിലപ്പോൾ നമ്മൾ ഒരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അത്രയും ത്രോട്ടിലൊന്നും വേണ്ടി വരില്ല. വണ്ടി ഏറ്റവും ലോവസ്റ്റ് ഗിയറിൽ, ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഗിയറിലേക്ക് വന്ന് ഫുൾ ത്രോട്ടിൽ അടിക്കേണ്ട ആവശ്യമൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഒരുപാട് ഫ്യൂലും സേവ് ചെയ്യാം. റോട്ടിൽ നമ്മളൊരു മര്യാദക്കാരനും ആവും. അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ ഈ RFCനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം, നമുക്ക് അറിയാത്ത ആൾക്കാർ ഓഡിയൻസ് ഉണ്ട്, അവരെ കുറിച്ച് RFCനെ കുറിച്ചൊന്ന് സംസാരിക്കാറുണ്ട്. RFC റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് മലേഷ്യയിൽ തുടങ്ങിയ 25 വർഷം മുമ്പ് മലേഷ്യയിൽ തുടങ്ങിയ ഒരു ഇവൻ്റാണ്. ലൂയി വി എന്ന് പറഞ്ഞ ഒരാളാണ് തുടങ്ങിയത്. ഓഫ് റോഡ് മത്സരമാണ്. അതിൽ ഒരുപാട് എൻഡുറൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. 50 സ്റ്റേജ് 10 ദിവസം കൊണ്ട് നടത്തുകയാണ് മലേഷ്യയിൽ. ഇന്ത്യയിൽ അത് നടക്കുന്നത് 28 സ്റ്റേജ് 7 ദിവസം കൊണ്ടാണ്. 28 സ്റ്റേജും കട്ടിയുള്ള മനുഷ്യൻ്റെ മെറ്റൽ ടെസ്റ്റ് ചെയ്യണ സാധനങ്ങളാണ്. അതിൽ ഡ്രൈവർ, കോ ഡ്രൈവർ, സിങ്ക് ഭയങ്കരമായിട്ട് വേണം. നല്ല വണ്ടി വേണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി വേണം. അതിൽ വിഞ്ചസ്, റിക്കവറി എക്യുപ്മെൻറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നിന്നാലാണ് ഈ ഇവന്റ് ജയിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് മോട്ടോ സ്പോർട്സ് ഇവന്റുകളിൽ, ടഫസ്റ്റ് മോട്ടോ സ്പോർട്ടിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവന്റാണ്. ഒന്നാമത്തത് ഡക്കാർ റാലി, രണ്ടാമത്തത് കിങ് ഓഫ് ഹാമേഴ്സ്. കിങ് ഓഫ് ഹാമേഴ്സ് പറഞ്ഞ വണ്ടി അതുപോലെ അബ്യൂസ് ചെയ്യുന്ന സാധനം. ഡക്കാറും അതുപോലെ തന്നെയാണ്. എൻഡുറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തതാണ് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. അതിൽ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യ, ഞാൻ ഇന്ന് എല്ലാ ഇവന്റുകളും ഓൺലൈൻ കാണുന്നത്, അതുപോലെ വീഡിയോസ് കണ്ടു നോക്കണം. അതിൽ ഏറ്റവും ടഫസ്റ്റ് ആണ് ഇന്ന് ഇന്ത്യയിലത്തെ ഇവന്റ്. എവിടെ വെച്ചത് ഹാപ്പൻ ചെയ്യുന്നു? കഴിഞ്ഞ 10 വർഷമായിട്ട് ഗോവയിലാണ്. ഈ വർഷവും നടക്കുന്നുണ്ട്. ജൂലൈ 28. ഞാൻ കോമ്പീറ്റ് ചെയ്യണില്ല. എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ പൊളിഞ്ഞതാണ്. കഴിഞ്ഞ 4 വർഷം ഓടിയിട്ട് കഴിഞ്ഞ വർഷം 2ാമത്തെ ദിവസം മുതൽ എൻ്റെ എഞ്ചിൻ പൊളിഞ്ഞു തുടങ്ങിയത്. എൻ്റെ മെക്കാനിക് നാസർക്കാട് ഒറ്റ കോൺഫിഡൻസിലാണ് ഞാനത് ഓടിച്ചു തീർത്തത്. അങ്ങേരെ അവിടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാനത് ഓടിച്ചു തീർത്തത്. പിന്നെ RFC ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓടിച്ചാൽ നമ്മൾ താനെ സീസൺഡ് ആവും. നമ്മൾ പിന്നെ ഒരു ലോക്കൽ ഇവന്റിലും പോയി പുഷ് ചെയ്യാൻ നിൽക്കില്ല. ഇങ്ങനെ ഓടിച്ചാൽ ഈ വണ്ടി ക്ലിയർ ആവും നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്ഷമ വരും. അഗ്രസീവായിട്ട് ഓടിച്ചിട്ടാണ് അതിന് മുമ്പത്തെ ഒരു വർഷം ഞാൻ കൊളാക്കിയത്. അപ്പോൾ അവസാനത്തെ വർഷം ഒരു അഗ്രസീവ്നെസ്സും ഇല്ല. അടുത്തത് ഞങ്ങളെ അങ്ങനെ തന്നെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. ഫാസ്റ്റസ്റ്റ് ടൈം അടിക്കാൻ നോക്കും. പോയി കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിൽ പിടിക്കാം. 28 സ്റ്റേജും അതുപോലെ റിലാക്സ്ഡ് ആയിട്ട്. സെക്കൻഡ് ലാസ്റ്റ് ഡേ എൻ്റെ എഞ്ചിൻ തീരുമാനമായിട്ട് നോർമലി ഞാനൊരു എഞ്ചിൻ എത്ര കുത്തനെ ക്ലൈമ്പാണെങ്കിലും ഫോർച്യൂണറിൻ്റെ എഞ്ചിൻ അതിനകത്തിരിക്കുന്നത്. അത് ഭയങ്കര റിഡക്ഷൻ റേഷ്യോ ഗിയേഴ്സും ഉണ്ടാവും. അപ്പം എത്ര കുത്തനെ ക്ലൈമ്പാണെങ്കിലും എനിക്ക് സെക്കൻഡ് ഗിയർ മതിയായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ഗിയറിൽ തന്നെ ഭയങ്കര ടോർക്ക് തരുന്ന വണ്ടി സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ വണ്ടി സെക്കൻഡ് ഗിയറിൽ വണ്ടി അങ്ങ് ഓഫായി പോയി. അത് എഞ്ചിൻ പൊളിഞ്ഞിട്ട് തുടങ്ങി ഏതാണ്ട് തീരുമാനമായിരുന്നു. അപ്പം എൻ്റെ മെക്കാനിക്കൽ നാസറൊക്കെ ഉണ്ടാവും. പുള്ളി എല്ലാ സ്റ്റേജിലും പുള്ളി എൻ്റെ കൂടെ ഉണ്ടാവും. പുള്ളി അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കും ഞാൻ ജയിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് രാജീവൻ വിഞ്ച് എടുത്ത് പോയി വിഞ്ച് കൊളുത്തി
രാജീവൻ ഫാസ്റ്റ് പൊട്ടേന്ന് അവൻ ചെയ്യും. അപ്പോൾ എനിക്ക് അവൻ എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഗ്യാപ്പ് ഇല്ല ചെയ്യാൻ. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിരിക്കണം അടുത്ത സാധനം ഇട്ടിട്ട്. ഗിയറിലാണെങ്കിൽ ഗിയറിൽ, ലോക്കർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കർ ഓൺ ചെയ്ത്, വിഞ്ചിന്റെ സ്വിച്ച് ആണെങ്കിൽ അതൊക്കെ തപ്പി കയ്യിൽ വെച്ചിരിക്കണം. അവൻ ടക്കെന്ന് പോയി ചെയ്യുമ്പോൾ ഞാനിത് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓഫായി പോയി. അപ്പോൾ ഞാൻ ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി, എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നാസറത്തോടെ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ കാണിച്ചു. ഫസ്റ്റ് നേരെ ഫസ്റ്റിലേക്ക് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റിലേക്ക് ഇട്ടു, പിന്നെ വിഞ്ചിൽ കയറി. അപ്പോൾ ക്രോൾ ചെയ്ത്, സെക്കൻഡിനേക്കാളും ക്രോളാണ് ഫസ്റ്റ്. ക്രോൾ ചെയ്ത് അതിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ആ സ്റ്റേജ് ഫാസ്റ്റസ്റ്റ് അടിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഡേ ആ പുള്ളി എന്നോട് പറഞ്ഞു, ലാസ്റ്റ് ഡേ ആണ്, 2 സ്റ്റേജല്ലേ ഉള്ളൂ, തീർക്കാൻ പറ്റും. കാരണം ആ ദിവസത്തെ ഒരു സ്റ്റേജ് ഫിനിഷ് ചെയ്താൽ മതി എനിക്ക് ജയിക്കാൻ. ഒരു സ്റ്റേജ് ആദ്യത്തെ ഒരു 10 ആളുടെ ഉള്ളിൽ ഫിനിഷ് ചെയ്താൽ ഞാൻ ജയിക്കും. 2 സ്റ്റേജും ഫിനിഷ് ചെയ്താൽ ബോണസ്. അപ്പോൾ ലാസ്റ്റ് ഡേയിലെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് വിജയം ഏതാണ്ട് ഉറപ്പിച്ചായിരുന്നു അല്ലേ? വിജയം സെക്കൻഡ് ലാസ്റ്റ് ഡേ തന്നെ വിജയം ഉറപ്പിച്ചായിരുന്നു. ആ ദിവസത്തെ ഒരു സ്റ്റേജ് മിസ്സായാൽ മാത്രമേ ഞാൻ താഴെ പോകുള്ളൂ. അത് ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ചെറിയ സെലിബ്രേഷൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഓടിക്കട്ടെ എന്ന് വെച്ചാൽ പുള്ളി ഓടിച്ചോളാൻ പറഞ്ഞു. പോയി ഫിനിഷ് ചെയ്തു. പിന്നെ ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാതെ കരഞ്ഞിറങ്ങി വന്ന ആൾക്കാർ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യ ജയിച്ചത്. എനിക്ക് ഡാൻസ് ഒന്നും കാര്യമായിട്ട് അറിയില്ല. അതൊന്നും അറിയാത്ത ആള് വണ്ടിയുടെ മുകളിൽ കയറുന്നത് ഡാൻസ് ചെയ്യും. ഇത് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ജയിച്ചിട്ട് കരയുന്ന, അതായത് ആനന്ദ കണ്ണീര് വരുന്ന ഒരു സന്തോഷം അവസ്ഥ എനിക്ക് അന്നാണ് ആദ്യമായിട്ട് വന്നത്. അതാണ് RFC. ഒരു അടിപൊളി ഇവന്റ് ആണ്, കാണണം എല്ലാവരും. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ ഇതൊക്കെ പോയി ഓടിക്കണം. ഇതിൽ കാശ് ഇൻവോൾവ് ആണ്. 1.25 ലക്ഷം രൂപയാണ് എൻട്രി. നല്ല വണ്ടി വേണം. അപ്പം നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കുഞ്ഞു കമ്പനികൾ നമ്മൾ അതുപോലെ പിന്നാലെ നടക്കണം. എന്നെ സപ്പോർട്ട് ചെയ്തത് ഗൾഫസ് എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഷമി മുസ്തഫ. ഇന്ന് കേരളത്തിൽ മൂന്നാറിലെ ഏറ്റവും നല്ല റിസോർട്ട്, 5 സ്റ്റാർ റിസോർട്ട് പുള്ളിയുടെ ഗ്രാൻഡ് ക്ലിഫ്. അപ്പോൾ ഗ്രാൻഡ് ക്ലിഫിന്റെ പേരിൽ മിക്കവാറും ഞങ്ങൾ ഇനി ഇറങ്ങും. ഗ്രാൻഡ് ക്ലിഫ് ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പോകാതെ പറഞ്ഞിട്ട്. പുള്ളി കുറേ ബിസിനസിന്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇനി ഗൾഫ് ഫെസ്റ്റ് എന്നുള്ള പേര് ഗ്രാൻഡ് ക്ലിഫ് എന്നായി മാറാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ ടീമായിട്ട് തന്നെ RFCക്ക് വരും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണേലും പുതിയ ബ്രാൻഡ് കൊളാബറേഷൻസും ബ്രാൻഡ് ഡീൽസും അതുപോലെ ഈവൻറ്റ്സ് ഒക്കെ വിൻ ചെയ്യാനും കുറേ സ്പോൺസർഷിപ്പൊക്കെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.